അപ്പോൾ ഇതാ സൺഡേ ആണ്, നിങ്ങളെല്ലാവരും ഒരു ഫുൾ ഫൺ ഡേക്ക് ശേഷം വന്നിരിക്കുകയാണെന്ന് വിചാരിക്കണോ? ഞാൻ ക്വീൻ മുതലുള്ള ചാറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്വീൻ ഹലോ ഹായ്, പിന്നെ ആരൊക്കെയാണ് ഉള്ളത്? ലൂണ, പിന്നെയും ക്വീൻ, ബിലാൽ, ലൂണ, പിന്നെയും ക്വീൻ. നിങ്ങൾ മാറി മാറി ഇടാണോ? അറോറ, നസീറ, ലൂണ, അറോറ, ഗെയിമിംഗ് വിത്ത് സൈബർ. ഓക്കെ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 യൂണിറ്റ്സ്, ഓക്കെ, 2 യൂണിറ്റ്സിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, മിസ്സിന് സുഖമാണ് കേട്ടോ. മിസ് സുനിൽ ശോഭ ആൻഡ് ക്വീൻ, മിസ് നല്ല സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ ഉള്ള നമ്മുടെ തൻസീർ സാറിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബിരിയാണി കഴിക്കാനുള്ള ഗ്യാപ്പും കൂടി ഇല്ലാണ്ട് ലൈവിലേക്ക് ഓടി വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് ബിരിയാണി കഴിക്കാൻ. ഓക്കെ, അപ്പോൾ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് വിച്ചു, അഭിരാമി, രഞ്ജിത്ത്, എന്താണ്? ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ഉണ്ടല്ലോ, കാര്യമായിട്ട് നോക്കാം. ഓക്കെ, ലാസ്റ്റ് യൂണിറ്റ് നിന്ന് റീഡിങ് പാസേജ് ആയിക്കോട്ടെ, നരേഷൻ ആയിക്കോട്ടെ, ഒക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. ലാസ്റ്റ് യൂണിറ്റ് പിന്നെയും എന്തായാലും റിവൈസ് ചെയ്യുക. ബാക്കി റിവൈസ് ചെയ്യേണ്ടെന്നല്ല, ബാക്കി റിവൈസ് ചെയ്യണം. അപ്പം ലാസ്റ്റ് യൂണിറ്റ് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ ഓക്കെ, നാളെ സ്കൂളിൽ വരുമോ? അഭിരാമി വന്ന പാടെ തുടങ്ങല്ലേ. ഓക്കെ, അപ്പോൾ ദാ ലാസ്റ്റ് ചാപ്റ്റർ നമ്മുടേത് ദ ട്രയോ ആണ്. ദ ട്രയോ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ദ ട്രയോ പഠിച്ച ആൾക്കാരുണ്ടോ? ഇന്ന് പൊളിക്കണം. പിന്നല്ല മിസ്, ഇന്ന് എനിക്ക് 4 റിസപ്ഷൻ ഉണ്ടായിരുന്നു, വയറ് പൊട്ടി. ഓഹോ, ഈ റിസപ്ഷന് പോയിട്ട് ഒന്നും കഴിക്കാതെ വന്ന് എന്നോട് തന്നെ ഇത് പറയണം. ഓക്കെ, മിസ്സിന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലടാ. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ലൈവൊക്കെ നടക്കുന്നു, നിങ്ങളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു, നിങ്ങളുടെ കമൻസിലാണ് ഇപ്പം എൻ്റെ ജീവിതം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ദ ട്രയോ അല്ലേ, ദ ട്രയോ വെരി 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 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ആരാണ് ദ ട്രയോ എഴുതിയിട്ടുള്ളത്? ദ ട്രയോ ആരാ എഴുതിയിട്ടുള്ളത്? വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ആരാണത്? ഈ ചാപ്റ്റർ എടുത്തിട്ടില്ല. യാഷി വിളിച്ചു കേട്ടോ, മിസ് വിളിച്ചേ. ചിലപ്പോൾ നിങ്ങളുടെ പേരിങ്ങനെ എഴുതുന്ന സമയത്ത് മിസ് കണ്ടില്ല എന്ന് വരും, അപ്പോൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, പിന്നെ ഈ ചാപ്റ്റർ എടുത്തില്ല, അപ്പം നമുക്കൊരു ക്വിക്ക് റിവിഷൻ ആവാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചാപ്റ്റർ പഠിപ്പിച്ചു തരും. എനിവേ, ആർ.കെ. നാരായണൻ്റെ വർക്കാണ് ദ ട്രയോ എന്ന് പറയുന്നത്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ ആർ.കെ. നാരായണനെ പറ്റി എപ്പോൾ കേട്ടാലും നിങ്ങൾക്കറിയാം. ആർ.കെ. നാരായൺ പേര് കേട്ടാൽ അറിയാം എന്താണ്, ഇന്ത്യൻ റൈറ്ററാണ്. പിന്നെ ആർ.കെ. നാരായൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മാൽഗുഡി എന്നുള്ള സ്ഥലം കൊണ്ടുവന്ന ആള് ആർ.കെ. നാരായണാണ്. അങ്ങനെ ഒരു സ്ഥലം എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ആ ഒരു സ്ഥലത്തെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് വരുത്തി തീർത്ത ആളാണ് ആര്? ആർ.കെ. നാരായൺ. അപ്പോൾ ആർ.കെ. നാരായൺ കേൾക്കുമ്പോൾ മാൽഗുഡി, ആർ.കെ. നാരായൺ. ഓക്കെ, മിസ് കാണാൻ ക്യൂട്ട്. മിസ് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കല്യാണത്തിന് റെഡിയായി നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചിട്ട് നേരെ ഓടി വന്ന് കയറിയതാ. ഓക്കെ, അപ്പോൾ ഹി വാസ് അവാർഡഡ് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, സാഹിത്യ അക്കാദമി അവാർഡ്, അങ്ങനെ ഒരുപാട് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഈ കൊളോണിയലിസം ഒക്കെ കഴിഞ്ഞല്ലോ, ബ്രിട്ടീഷുകാരൊക്കെ പോയല്ലോ, ആ ഒരു സമയമല്ലേ, ആ സമയത്തെ ഭീകര റൈറ്ററാണ് നമ്മുടെ ആർ.കെ. നാരായൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. ഓക്കെ, ഏറ്റവും ഫേമസ് ആണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. ആ സ്വാമി ആൻഡ് ഫ്രണ്ട്സിലെ ഒരു ചാപ്റ്റർ ആണ് നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, അയ്യോടാ ദീപു, നിന്റെ പിക്കപ്പ് ലൈൻസ് ആയിട്ടില്ല കേട്ടോ, നീ കുറച്ചുകൂടെ ഒന്ന് പോളിഷ് ചെയ്ത് പിക്കപ്പ് ലൈൻസ് ഇട്. ഓക്കെ, എനിക്കിങ്ങനെ കേൾക്കുമ്പോൾ ഒരു നാണം വരുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇട്. ഇതൊരുമാതിരി ഇത് വളരെ ഓക്കെ. എനിവേ, അപ്പോൾ ഇതാ എലിമെന്റ് സ്ട്രീറ്റ് ഇസ് ഇൻ മാൽഗുഡി. അപ്പോൾ ഈ ഒരു കഥ സെറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? എഴുതി വെക്കുക, സെറ്റിംഗ് എവിടെയാണ്? മാൽഗുഡിയിലാണ്. മാൽഗുഡി ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ആർ.കെ. നാരായൺ കൊണ്ടുവന്ന ഒരു സ്ഥലമാണ്, ഫിക്ഷനിലുള്ള ഒരു ഫിക്ടീഷ്യസ് സ്ഥലമാണ് മാൽഗുഡി എന്ന് പറയുന്നത്. ഓക്കെ, It is a 10-minute walk away from river Sarayu. അപ്പോൾ അവിടെയുള്ള റിവർ സരയു ആണ്, which is called the pride of Malgudi. അല്ലേ, മാൽഗുഡി എന്നുള്ള സ്ഥലത്തിൻ്റെ പ്രൈഡാണ് എന്ത്? അഭിമാനമാണ്. എന്താണ് അഭിമാനം? ഇമാജിനേഷൻ. ഇമാജിനറി പ്ലേസ് ആണ്. യെസ് ക്വീൻ. മാൽഗുഡി ഡസൻറ്റ് എക്സിസ്റ്റ്. യെസ്, വെരി ഗുഡ്. അതാരാ? ലൂണ. വെരി ഗുഡ്. എടാ ദീപു, നീ ഇവിടെ കോഴിത്തനം കാണിക്കാനായിട്ട് വരികയാണോ? നീ ഇവിടെ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും നിന്റെ ആൻസർ വരുന്നില്ലല്ലോ.
താങ്ക് യു അറോറ. വയ്യ. എനിവേ, അപ്പൊ സരയു എന്ന് പറയുന്നത് മാൽഗുഡിയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അച്ഛേ, തെറ്റിക്കല്ലേ. സരയു എന്ന് പറയുന്നത് മാൽഗുഡിയുടെ പ്രൈഡാണ്, എന്താണ്, അഭിമാനമാണ്. സരയു അവിടുത്തെ റിവറാണ്. ഓക്കെ, ഇവിടെയുള്ള മെജോറിറ്റി ഓഫ് റെസിഡൻസ് ഓയിൽ മോങ്കേഴ്സ്, അതായത് അവിടെയുള്ള ആൾക്കാർ ഓയിൽ മോങ്കേഴ്സ് ആയിരുന്നു, അവിടുത്തെ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, സരയു ഗ്ലിസൻസ് ലൈക്ക് എ സിൽവർ ബെൽറ്റ് ഇൻ മൂൺ ലൈറ്റ്. അപ്പോൾ സരയു, ഒന്നാമത് സരയു എന്ന് പറയുമ്പോഴേക്കും ഇവിടെയുള്ള ആൾക്കാരുടെ അഭിമാനമാണല്ലേ. അപ്പോൾ ടൂറിസ്റ്റ് ആര് വന്നാലും സരയു ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മൂൺ ലൈറ്റിൽ സരയു ഇങ്ങനെ ഒരു സിൽവർ ബെൽറ്റ് പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. Mani and Swaminathan were sitting on the river steps, and Swami announces that he would bring Rajam there and would drown him as the river runs deep there. അപ്പോൾ ഈ ഒരു സരയുടെ വക്കത്ത്, അതായത് ബാങ്കിലാണ് നമ്മുടെ മണിയും രാജമും ഇരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും സീരിയസ് ആയിട്ട് രാജമിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ രാജമിനെ എങ്ങനെയെങ്കിലും വക വരുത്തണം എന്നൊക്കെ പറഞ്ഞ് വൻ പ്ലാനിങ് ആണ്. ഓക്കെ, ഈ ക്വീനെ മതിയടാ. ഞാനിപ്പോൾ ഇങ്ങനെ പൊന്തി അങ്ങ് മാനത്തെത്തി. അമ്മയും ഫാനാണോ? എന്താ ചെയ്യുക, ഫാൻസിനെ കൊണ്ട് ഇപ്പോൾ ശല്യമായല്ലോ. ഹായ് അനൂപ്. സരയൂസ് അയച്ചോടാ. ദീപു ആൻസർ പറഞ്ഞു കേട്ടോ. സരയൂസ് ദ പ്രൈഡ് ഓഫ് മാൽഗുഡി. വെരി ഗുഡ് ദീപു, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഡൗട്ട് വന്നു, ഇത് ആരാ ഈ രാജം? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, രാജം ആരാണ്? രാജം വാസ് എ ന്യൂ അറൈവൽ ഇൻ ഫസ്റ്റ് ഡേ. അപ്പൊ ഇവർ 1ാം ക്ലാസ്സിലെ പിള്ളേരാ. 1ാം ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് ഇവർ എന്ത് പറയുന്നത്? നമുക്ക് അവനെ വകവരുത്തണം എന്ന് പറയുന്നത്. അപ്പൊ രാജം ഫസ്റ്റ് ഡേയിൽ പുതിയതായിട്ട് വന്നൊരു കുട്ടിയാണ്. He sauntered into class, sat next to Mani, who was at the last bench, and returned the jab Mani gave him. അപ്പോൾ he sauntered into the class. അപ്പോൾ ചില കുട്ടികൾ ഉണ്ടാവില്ലേ, പുതിയതായിട്ട് വന്നായിരിക്കും, അവർക്ക് അതിൻ്റെ ഒരു എളിമയൊന്നും ഉണ്ടാവില്ല അല്ലേ. അവർ ക്ലാസ്സിക്ക് വൻ ഹീറോ ആയിട്ട് ഫുൾ സോണ്ടർ ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്, നമ്മുടെ സിക്കന്ദർ സാറൊക്കെ നടക്കുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ ഫുൾ വൈബായി സെറ്റായി ഇങ്ങനെ രാജം ക്ലാസ്സിലേക്ക് കയറി വരുന്നു. വൺ ഓവർ കോൺഫിഡൻസ്. മാണിക്ക് ഇഷ്ടപ്പെടോ? ഇല്ല. സ്വാമിക്ക് ഇഷ്ടപ്പെടോ? ഇല്ല. മാണി എന്ത് ചെയ്തു? മണി എനിക്ക് കുറച്ച് ഓവറാക്കി പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, മണി എന്ന് തന്നെ പറയാം. മണിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മണി എന്ത് ചെയ്തു? ഒരു കുത്തിങ്ങനെ കൊടുത്തു. റിബ്സിനെ നോക്കിയിട്ട് ഒരു കുത്തണ്ട് കൊടുത്തു. പക്ഷെ രാജം അത് അപ്പം തന്നെ തിരിച്ചു കൊടുത്തു. ആരാടാ എന്നെ തല്ലാൻ എന്നുള്ളൊരു ഭാവത്തിൽ രാജം അത് അപ്പം തന്നെ റിട്ടേൺ ചെയ്തു. മിസ്സേ നോട്ട്സ് എവിടെയാണ് അവൈലബിൾ ആവുക? നോട്ട്സ് ഇല്ലടാ. നമ്മുടെ ലൈവ് കഴിഞ്ഞാൽ, നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള സ്ലൈഡ്സ് അല്ലേ, അത് നമ്മുടെ ലൈവ് കഴിഞ്ഞ പാടല്ല, ലൈവ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവില്ല ലൈവിൻ്റെ താഴെ. നിങ്ങൾ ഒന്നുകൂടെ വന്ന് കാണുമ്പോൾ അതിൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തും? വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ എത്തും. അപ്പോൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ നോട്ട്സ് PDF ആയിട്ട് തരും. ഇനി അതല്ല, നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലൈവ് കഴിഞ്ഞ പാടെ നിങ്ങൾ എന്ത് ചെയ്യണം? പോയി ജോയിൻ ചെയ്യണം. ഓക്കെ. ആൻഡ് മിസ്സിൻ്റെ പ്ലേസ് എവിടെയാണെന്നുള്ളത്, മിസ്സിൻ്റെ പ്ലേസ് തേഞ്ഞിപ്പാലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്, യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ്. ഓക്കെ, ഇനി യൂണിവേഴ്സിറ്റി കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ്. ഓക്കെ, അപ്പോൾ ഹൂ വാസ് രാജം? രാജം ഇങ്ങനെ കാര്യമായിട്ട് ഫസ്റ്റ് ഡേയിലെ ന്യൂ സ്റ്റുഡൻ്റ് ആണ്. ഈ സോണ്ടേർഡ് എന്നുള്ള വേർഡ് എഴുതി വെച്ചോളൂ. ഹി സോണ്ടേർഡ് ഇൻ ടു ദ ക്ലാസ്, വൺ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് വരികയാണ്. ഹി ഇംപ്രസ് ദ ഹോൾ ക്ലാസ് ഇൻ ദ വെരി ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ്. അല്ലേ, ആദ്യത്തെ ദിവസം തന്നെ എല്ലാവരും രാജം. നമ്മുടെ സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ സിനിമയിൽ അയ്യോ ആളുടെ പേരെന്തായിരുന്നു? എനിവേ, സ്റ്റുഡൻറ് ഓഫ് ദി ഇയറിൽ ഒരു പുതിയ സ്റ്റുഡൻറ്റ് വരുമ്പോൾ കണ്ടിട്ടില്ല, എല്ലാവരും ഹായ് ഇവൻ കൊള്ളാലോ, ആ ഒരു വൈബിലായിരുന്നു രാജം ഉണ്ടായിരുന്നത്. He was dressed well as he was the only person in the class to wear, again character sketch il ezhudandi varum, he was the only person in the class to wear socks and shoes, fur cap and tie and a wonderful coat and knickers. alle appo knickers aikotte, coat aikotte, fur cap aikotte, tie aikotte, അങ്ങനെ നമ്മൾ സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ നമുക്ക് തോന്നിയ പോലെ യൂണിഫോം ഇട്ടിട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം മാത്രം ഒരു CBSE ലെവൽ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു ചൊറിച്ചിലുണ്ടാവില്ലേ, അതേ ചൊറിച്ചിലായിരുന്നു രാജമ്മനോട് ആർക്കുണ്ടായിരുന്നത്? മണിക്കും സ്വാമിക്കും ഉണ്ടായിരുന്നത്. ഓക്കെ, ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ. അയ്യോ എന്ത് പറ്റി നസ്രി? അയ്യോ അത് ഞാൻ കേട്ടില്ലല്ലോ. ഓക്കെ, എന്തായാലും നസ്രി എനിക്ക് അത് മിസ്സായിപ്പോയി കേട്ടോ. മിസ് ചായ കുടിച്ചില്ലടാ, മിസ്സിന് ചായ കുടിക്കണം. ഓക്കെ, അപ്പോൾ രാജം ക്ലാസ്സിലെ 1 ഓവർ ആക്കുന്ന ചെക്കൻ. He came to school in a car.
It was rumored that he came from English boys' school in Madras and he is said to speak English just like Europeans. അവൻ ക്ലാസ്സിൽ വന്നപ്പോഴേ അവൻ വൻ ഇംഗ്ലീഷാണ്, യൂറോപ്യൻസ് ഒക്കെ സംസാരിക്കുന്ന പോലത്തെ ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നു. No one in the class had courage to talk to him except Shankar, the genius of the class. His English sounded half and weak. അപ്പോൾ ക്ലാസ്സിൽ ഏറ്റവും പഠിപ്പിയായിട്ടുള്ള ശങ്കറിന് പോലും എന്ത് പറ്റുന്നില്ല, രാജന്റെ ഇംഗ്ലീഷിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. രാജം യൂറോപ്യൻസിനെ പോലെ ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. രാജന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിയാം? രാജൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഹി സോണ്ടേർഡ് ഇൻ ടു ദ ക്ലാസ് ഇൻ ദ വെരി ഫസ്റ്റ് ഡേ അല്ലേ. ഹി റിട്ടേൺഡ് മണീസ് ജാബ്. പിന്നെ അത് മാത്രമല്ല, ഹി വാസ് വെൽ ഡ്രസ്ഡ്. ഹി സ്പോക്ക് ഇംഗ്ലീഷ് ലൈക്ക് യൂറോപ്യൻസ്. ഓക്കെ, and nobody had the courage to talk to him in English. അവനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആർക്കും എന്തുണ്ടായിരുന്നില്ല? കറേജ് ഉണ്ടായിരുന്നില്ല. രാജം was a regular 70% and second in the class. He was growing powerful അല്ലേ. അപ്പോൾ രാജം ഒരു 70% ഒക്കെ സ്കോർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് രാജം എന്താണ്? ക്ലാസ്സിൽ സെക്കൻഡ് ആണ്. അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പികളുടെ, അതായത് ക്ലാസ്സിൽ വന്നായിട്ട് പഠിക്കുന്ന എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളുടെ പവർ തന്നെ വേറെയാണല്ലേ. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലെത്തി വന്ന പാടെ ആര്? രാജം. ഓക്കെ, അഭിനന്ദ് രാജം ഇംപ്രസ്ഡ്. യെസ്, ദീപു വെരി ഗുഡ്. ദീപു കൊള്ളാലോ, വെരി ഗുഡ് ദീപു. ഓക്കെ, ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ കമൻസ് വിട്ടു പോകുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു 6 ചാപ്റ്റർ റിവൈസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഇതിൽ ഫോക്കസ് ചെയ്യാത്തതാണ് കേട്ടോ. നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇരുന്ന് വർത്താനം പറയാം. ഓക്കെ ഓക്കെ, എന്താണ് ക്വീൻ പറയൂ. സുനിൽ ശോഭ, യെസ് വെരി ഗുഡ്. രാജം. അപ്പം മണി വേഴ്സസ് രാജം. പക്ഷേ ഈ മണിയും രാജവും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു നമുക്കറിയില്ല അല്ലേ. മണി ആൻഡ് രാജം വർ റൈവൽസ്. അവരെന്തായിരുന്നു? അവർ വൻ എതിരാളികളായിരുന്നു. മണിക്ക് രാജമിന് ഇഷ്ടമല്ല, രാജമിന് മണീന് ഇഷ്ടമല്ല. പക്ഷെ ഇവർ 3 പേരും ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ഓക്കെ, രാജം വാസ് നോൺ ചാലഞ്ച് അറൌണ്ട് മണി ഹു വാസ് ന്യൂ ടു ഇറ്റ്. രാജം വാസ് ബിക്കമിങ് എ ന്യൂ മെനേസ് ഇൻ മണീസ് ലൈഫ്. അപ്പം മണീൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ എന്താ പറയുക, ഒരു ത്രെറ്റായി തുടങ്ങി രാജം എന്ന് പറയുന്നത്. ഈ രാജം മണി എങ്ങനെയാണോ രാജമിനോട് റഫായിട്ട് പെരുമാറുന്നത് അതേ രീതിയിൽ രാജം തിരിച്ചു പെരുമാറും. അപ്പം മണീനോട് ആരും അങ്ങനെ ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് മണിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. രാജംസ് ഫാദർ, എഗെയിൻ രാജമിന്റെ അടുത്ത ക്വാളിറ്റിയാണ്, ഹിസ് ഫാദർ വാസ് എ പോലീസ് സൂപ്രണ്ട്. ഓക്കെ, നമ്മൾ പോലീസ് സൂപ്രണ്ട് ആണ് ആര്? രാജമിന്റെ അച്ഛൻ എന്ന് പറയുന്നത്. എഗെയിൻ സോഷ്യലി പവർഫുൾ, ക്ലാസ്സിൽ പവർഫുൾ ആണ്, സോഷ്യലിയും പവർഫുൾ ആണ്. അച്ഛൻ പോലീസ് സൂപ്രണ്ടിന്റെ മോനാന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. Mani didn't care much about it and still wanted to crack Rajam's shoulder with his club. അപ്പം മണിയുടെ കയ്യിൽ ക്ലബ് ഉണ്ടായിരുന്നു. ക്ലബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് നിങ്ങൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സാധനം. നമ്മുടെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഹാരി പോട്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ തുടക്കത്തിൽ ട്രോൾ വരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ ട്രോളിൻ്റെ കയ്യിലുണ്ട് ഈ കഥ പോലത്തെ ഒരു സാധനം. ഇതും പിടിച്ചുകൊണ്ട് ആ ട്രോൾ ഇങ്ങനെ നടക്കുക. അപ്പോൾ മണിയുടെ കയ്യിൽ എന്തുണ്ട്? ഈ ക്ലബ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്ലബ് എന്നുള്ള സാധനം എടുത്തിട്ട് രാജന്റെ ഷോൾഡർ അടിച്ച് പൊട്ടിക്കണം എന്നായിരുന്നു മണിയുടെ ആഗ്രഹം. കമ്മ്യൂണിറ്റിയിൽ നോട്ട്സ് അവൈലബിൾ അല്ല. ഓക്കെ, അത് ഞാനൊന്ന് ചോദിക്കട്ടെ കേട്ടോ, ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും നാളെ രാവിലെ ആകുമ്പോഴേക്കും നോട്ട്സ് തരും. ഓക്കെ, നിങ്ങൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിരിക്കുക. നാളെ രാവിലെ ആകുമ്പോഴേക്കും എന്തായാലും നോട്ട്സ് എത്തിയിരിക്കും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, യെസ്, പോലീസ് സൂപ്രണ്ട് ആയിരുന്നു. Swaminathan warned Rajam against it as he considered policemen to be awful lot. അല്ലേ, സ്വാമിനാഥൻ പറയണ, എടാ പോലീസുകാർക്ക് ചീത്തടാ, വെറുതെ നീ ഓരോ പങ്കെടുക്കാൻ പോകണ്ട അല്ലേ, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകണ്ട. എന്താ ഈ പോലീസുകാരെന്ന് പറഞ്ഞാൽ തന്നെ കൊള്ളില്ല, കൊള്ളാത്ത ജാതികളാണ് എന്നാണ് ആര് വിചാരിച്ചിരുന്നത്? സ്വാമി വിചാരിച്ചിരുന്നത്. ഓക്കെ, പക്ഷേ ഒരു ദിവസം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ഇങ്ങനെ ഇരിക്കുമ്പോൾ മണിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് സ്വാമിനോട്. മണി ഓൺ ഹിയറിംഗ് സ്വാമിനാഥൻസ് ഫിയർ calls him a coward. Mani also wants him to be worried about his limbs as he was hanging on to Rajam a bit too much. അപ്പോൾ മണിക്ക് ചെറിയൊരു ജെലസി ഉണ്ട് കേട്ടോ. സ്വാമിനാഥൻ ഈയിടെ ആയിട്ട് നമ്മുടെ രാജുവായിട്ട് വല്ലാണ്ട് ക്ലോസ് ആവുന്നുണ്ടോ എന്ന് മണിക്കൊരു ഡൗട്ട്. കേട്ടപ്പോഴേക്ക് സ്വാമിനാഥനാകെ വിഷമായി. ഇപ്പം നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അല്ലേ. ഇപ്പം നമ്മൾ വിചാരിക്കാം, ഇപ്പം ഞാൻ പറയണം ഞാനും ഗൗതമി മിസ് നല്ല ക്ലോസാണ്.
അപ്പോൾ പിന്നെ നമുക്ക് വേറെ പറ ആൻമിസും അയ്യോ ഇവിടെ ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പം ഓക്കെ, അപ്പോൾ ഈ ഗൗതമി മിസ്സിന് വേറൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഫ്രണ്ടിനെ എനിക്കിഷ്ടമല്ലെങ്കിൽ ഗൗതമി മിസ്സും ഈ ഫ്രണ്ടും കൂടെ കമ്പനി ആകുമ്പോൾ എനിക്കൊരു ചെറിയ ഒരു കുത്തൽ വരില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ആൻമിസും ആ ഫ്രണ്ടും കൂടെ കമ്പനി ആകുമ്പോൾ എനിക്കൊരു ചെറിയ ജലസി വരില്ലേ? കുഞ്ഞ് അസൂയ. അത് ആർക്കുണ്ടായിരുന്നു? മണിക്കുണ്ടായിരുന്നു അല്ലേ? അപ്പം മണി പറഞ്ഞു, നീ വല്ലാണ്ട് നിന്റെ കയ്യും ഞാൻ ഓടിക്കും, നീ വല്ലാണ്ട് ആ രാജൻ്റെ കൂടെ നടക്കുന്ന ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സ്വാമിനാഥൻ ആകെ വിഷമായില്ലേ, എടാ നിന്നെ വഞ്ചിച്ചിട്ട് ഞാൻ അവൻ്റെ കൂടെ പോവോ? ഞാൻ പോവോ ഇന്നലെ വന്ന ഒരുത്തൻ്റെ കൂടെ എന്ന് വിചാരിച്ചിട്ട് സ്വാമി എന്ത് പറയാണ്, സ്വാമീസ് ego got hurt when his dear old friend thought that Swami could respect anyone but him. അതായത് രാജംനെ പോയി സ്വാമി റെസ്പെക്ട് ചെയ്യുന്ന മണി ആലോചിച്ചത് സ്വാമിക്ക് ഭയങ്കര വിഷമായി പോയി. കാരണം സ്വാമിയുടെ ഫുൾ റെസ്പെക്ട് ആരോടാണ്? പൊസസീവ്നെസ്. പൊസസീവ്നെസ് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരു ട്രേറ്റ് ആണ്. കുറച്ചേ പാടുള്ളൂ. ഓക്കെ, ചെറുതായിട്ട് നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. മണി വാസ് ജെലസ്. ദീപു, മണി വാസ് ജെലസ് ഓഫ് രാജം കേട്ടോ. ഓഫ് രാജമാണ്, ജെലസ് ടു രാജമല്ല, ഓഫ് രാജം. ഓക്കെ, അപ്പോൾ എനിക്ക് ജെലസി അല്ല, പിന്നെ ജെലസ് ഓഫ് രാജം. യെസ് ദീപു. പൊസസീവ്, ചേട്ടൻ കുറച്ച് പൊസസീവാന്ന് പറയില്ല, അതുപോലെ. ഓക്കെ, അങ്ങനെ മണി ഓൺ ഹിയറിംഗ് സ്വാമിനാഥൻസ് ഫിയർ കോൾസ് ഹിം എ കവേർഡ് ആൻഡ് ഇങ്ങനെ പറഞ്ഞില്ലേ, നീ അവൻ്റെ വല്ലാണ്ട് അടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം സ്വാമി ആലോചിക്കുകയാണ്, ഞാൻ ഈ രാജൻ്റെ 3 ഫീറ്റ് അടുത്ത് പോലും പോയിട്ടില്ല. ഒരു ദിവസം രാജം എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജം നമ്മുടെ സ്വാമിനാഥനോട് ഷാർപ്നർ ചോദിച്ചു. അപ്പം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, 1ാം ക്ലാസ് വളരെ ചെറിയ കുട്ടികളാണ്. അപ്പം ഇങ്ങനെ പോയിട്ട് എടാ എനിക്ക് ഷാർപ്നർ താടാന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി എന്ത് പറഞ്ഞു, വേണമെങ്കിൽ നീ പോയി അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോഴാണ് ഇവർ കുറച്ചെങ്കിലും അടുത്ത് വന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് പോലും സ്വാമി എന്താ ചെയ്തിട്ടുള്ളത്? രാജനെ ആട്ടി വായിപ്പിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാമി എക്സ്പ്ലെയിൻ ദാറ്റ് ഇറ്റ് വാസ് ഡ്യൂറിങ് ഡ്രോയിങ് പീരിയഡ് വെൻ രാജം ആസ്ക്ഡ് ഫോർ ഷാർപ്നർ ആൻഡ് ദേ വർ സീൻ നെക്സ്റ്റ് ടു ഈച്ച് അതർ. സ്വാമി ആസ്ക്ഡ് ഹിം ടു ഗോ ആൻഡ് ബൈ ഫ്രം ദ ഷോപ്പ് ഇഫ് ഹീ നീഡ്സ് വൺ. അല്ലേ, നിനക്ക് വേണമെങ്കിൽ നീ പോയി കടയിൽ പോയി വാങ്ങിക്കോ, ഞാൻ തരില്ല എന്നാണ് ആര് പറഞ്ഞത്? സ്വാമി പറഞ്ഞത്. എന്നിട്ടും മണി സ്വാമിയെ തെറ്റിദ്ധരിക്കരുതായിരുന്നു. This made Mani really happy. He was seen laughing for the first time that evening. അല്ലേ, ആ ഈവനിങ്ങിൽ അവരവിടെ വന്ന് ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് മണി ചിരിക്കുകയാണ്. എന്താലോചിച്ചിട്ട്? സ്വാമി രാജമ്മനെ ഇങ്ങനെ അപമാനിച്ചു വിട്ടല്ലോ, അത് ആർക്ക് ഇഷ്ടപ്പെട്ടു? മണിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ യൂഷ്വലി ഈ 2 പേര് തമ്മിലുള്ള തല്ലിൻ്റെ ഇടയിൽ കുടുങ്ങുന്ന ഒരാൾ സ്വാമിനാഥനായിരുന്നു. സ്വാമി നടുക്കിരിക്കും, സൈഡിൽ രാജം ഇരിക്കും, മറ്റേ സൈഡിൽ മണി ഇരിക്കും. സ്വാമിനാഥൻ ഹു സാറ്റ് ബിറ്റ്വീൻ രാജം ആൻഡ് മണി ഓഫൻ became the communicator between them. ഇവരുടെ ഇടയിലുള്ള ഒരു ഹംസമായിരുന്നു ആര്? നമ്മുടെ സ്വാമി എന്ന് പറയുന്നത്. ഓക്കെ, സോളോ. അയ്യോ, ഇത് ഇവിടെ എൻ്റെ സ്കൂളിൽ ഇവർ ഇങ്ങനെ, പിന്നെ അമ്മേ ഇവിടെ ഇപ്പോൾ 1 ടോക്കായല്ലോ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസിലേക്ക് ഞാൻ തലയിടുന്നില്ല, നമുക്ക് എന്തായാലും ലൈവ് ചെയ്യാനുള്ളതാണല്ലോ. ഞാനിത് കഴിഞ്ഞിട്ടിരുന്ന് വായിക്കാം. ഓക്കെ, അപ്പം സ്വാമി ആദ്യം രാജൻ പറയും, നീ അവനോട് ചോദിക്കേ, ഇവൻ എന്താ എന്നെ പേടിയാണോ? അപ്പം സ്വാമി ഇങ്ങോട്ട് പോയിട്ട്, അവൻ ചോദിച്ചു നിനക്ക് പേടിയാണോ? അപ്പം പറഞ്ഞു എനിക്കൊരുത്തനെയും പേടിയില്ല, എനിക്കൊരുത്തനെയും പേടിയില്ല. ഇതായിരുന്നു ആരുടെ അവസ്ഥ? സ്വാമിയുടെ അവസ്ഥ. Swaminathan was caught by the teacher. He was Mani one day wrote offensive phrases like "Are you a man?" On a sheet of paper, and Swaminathan was to pass it to Rajam. അല്ലേ, അപ്പോൾ മണി ഒരു ദിവസം പേപ്പർ എടുത്തിട്ട് നീ ഒരാണാണോ എന്ന് എഴുതിയിട്ട് ആർക്ക് കൊടുക്കും? സ്വാമിക്ക് കൊടുക്കും. സ്വാമി അതെടുത്ത് രാജമിന് കൊടുക്കും. എന്താ നിനക്ക് സംശയമുണ്ടോ എന്ന് വെച്ചിട്ട് രാജം കൊടുക്കും. അത് സ്വാമി എടുത്തിട്ട് മണിക്ക് കൊടുക്കും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് ആര് പൊക്കി? ടീച്ചർ പൊക്കി. ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിരിക്കുന്നേ. അതാ അൻഷിത, ക്വീൻ, പിന്നെ ആൻസർ പറയുന്നുണ്ട്. ലോലി, അൺനോൺ, സോളോ. സോളോ ആൻസർ പറഞ്ഞ സ്വാമിനാഥൻ മോയ യാ. ലൂണ നിങ്ങളൊക്കെ ആൻസർ പറയുന്ന ആൾക്കാരാണല്ലോ. എനിവേ, അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് സ്വാമിനാഥനെ ടീച്ചർ പൊക്കിയപ്പം ഹി വാസ് മെയ്ഡ് ടു സ്റ്റാൻഡ് അപ്പ് ഇൻ ദ ക്ലാസ്. അപ്പോൾ സ്വാമിനാഥനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. സ്വാമിനാഥൻ വിചാരിച്ചു, എനിക്ക് അടി കിട്ടിയില്ലല്ലോ, എഴുന്നേറ്റ് നിൽക്കാനല്ലേ പറഞ്ഞുള്ളൂ, ഇത് കുഴപ്പമില്ല. Once the class was over, Mani and Rajam went to a secluded place. ആരും വരാത്തൊരു സ്ഥലത്തേക്ക് മണിയും രാജവും പോയിട്ട് അവർ again
ഭീഷണിപ്പെടുത്തും, സ്വാമിനാഥൻ അങ്ങോട്ട് പറയും, ഇയാൾ ഇങ്ങോട്ട് പറയും. ഇതേപോലെ സ്വാമിനാഥൻ അവിടെയും കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു. ബോത്ത് ത്രെറ്റൻഡ് ഈച്ച് അതർ ത്രൂ സ്വാമിനാഥൻ അല്ലേ. സ്വാമിനാഥനിലൂടെ രണ്ടുപേരും തമ്മിൽ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. സ്വാമിനാഥൻ വാസ് കോട്ട്, ടീച്ചർ മെയ്ഡ് ഹിം സ്റ്റാൻഡ്. ഓക്കെ, ഇത് ഞാൻ പിന്നെ എഴുതിയോ? അങ്ങനെ ഇവർ പ്ലാൻ ചെയ്യണം. ഇവർ എവിടേക്ക് പോവും? നല്ലപ്പാസ് ഗ്രൂവ് അല്ലേ. നല്ലപ്പയുടെ ഒരു ഗ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മരങ്ങളുള്ളൊരു സ്ഥലം. അപ്പോൾ ഒരു എന്താ പറയുക, നല്ലപ്പയുടെ ഒരു ഗ്രൂവ് എന്ന് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടം ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ കണ്ടം എന്ന് പറയില്ലേ ആ സംഭവമായിരിക്കാം. എനിവേ, നല്ലപ്പയുടെ ഗ്രൂവിലേക്ക് പോവാം എന്ന് തീരുമാനിച്ചു. പിറ്റേന്ന് ഈവനിങ് നല്ലപ്പയുടെ ഗ്രൂവിൻ്റെ അടുത്താണ് നമ്മുടെ ബാങ്ക്, റിവർ ബാങ്ക് ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് അടിച്ചു തീർക്കാം എന്ന് തീരുമാനിച്ചു. Swami and Mani reached the groove earlier than Rajan. Mani goes through a series of thought അല്ലേ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിന് മുൻപ് ഇവർ എന്ത് തീരുമാനത്തിൽ എത്തിയിരുന്നു? രണ്ടുപേരും ആയുധങ്ങളൊന്നും കൊണ്ടുവരില്ല. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ ആയിരുന്നു എന്ത്? ആദ്യത്തെ കണ്ടീഷൻ ആയിരുന്നു that there will be no guards അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നോ എക്വിപ്മെൻറ്റ്. ഓക്കെ, ഒരു എക്വിപ്മെൻറ്റോ ഒരു ഗാർഡോ എടുക്കാതെ വേണം രണ്ടുപേരും വരാൻ എന്നുള്ളത് ഫസ്റ്റ് കണ്ടീഷൻ ആയിരുന്നു. സെക്കൻഡ് കണ്ടീഷൻ, രാജം വിൽ നോട്ട് ടെൽ ഹിസ് ഫാദർ. ഓക്കെ, രാജം വിൽ നോട്ട് ടെൽ ഹിസ് ഫാദർ. അപ്പോൾ ഇത് രണ്ടെണ്ണം ഇവർ രണ്ടുപേരും ഓക്കെ പറഞ്ഞ് സെറ്റ് അടിച്ചിട്ടാണ് ഇവർ നല്ലപ്പയുടെ ഗ്രൂവിൽ പോകുന്നത്. അവിടെ പോയപ്പോൾ മണി വൻ ചിന്തയിൽ കേട്ടോ. എന്തായിരുന്നു മണിയുടെ ചിന്ത? യെസ്, ദർ വിൽ ബി നോ ഗാർഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കണ്ടീഷൻ, ഒറ്റ കണ്ടീഷൻ അല്ല, രണ്ടാമത്തെ കണ്ടീഷൻ ആയിരുന്നു നീ നിന്റെ പോലീസുകാരനായ അച്ഛനോട് പറയരുത് എന്നുള്ളത്. അങ്ങനെ മണി ഇരുന്ന് ആലോചിക്കാം, ഇവൻ്റെ തല പൊട്ടിച്ചാലോ? അപ്പോൾ പിന്നെ ഇല്ല, അത് കഴിഞ്ഞ് പോലീസ് പിടിച്ചാലോ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ കൈയും കാലും പൊട്ടിച്ച് കളയാം. ഓക്കെ, ലിംസ് പൊട്ടിച്ച് കളയാം, കൈയും കാലം പൊട്ടിച്ച് കളയാം. ഹി തോട്ട് ഓഫ് രാജം ബിക്കമിങ് എ ഹോൺ. അപ്പം പിന്നെ വിചാരിക്കുകയാണ്, അല്ല ഇനി ഇവനെങ്ങാനും പ്രേതമായിട്ട് എന്നെ പിടിക്കാൻ വന്നാലോ? അത് ശരിയാവില്ല. അപ്പം ഞാൻ എന്തായാലും രാത്രി അമ്മച്ചൻ മരിച്ചതിന് ശേഷം ഞാനിപ്പോൾ രാത്രി ഒറ്റയ്ക്ക് കിടക്കുന്നത്, അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, അല്ല ഇനി ഞാൻ ഇവനെ കൊന്നിട്ട് ഈ സ്വാമി എങ്ങാനും പോലീസിനോട് പറഞ്ഞാലോ? അപ്പം ഞാൻ എന്ത് ചെയ്യാം? ചുമ്മാ ഇവൻ്റെ കൈയും കാലും ഓടിക്കാം. അപ്പം തീരുമാനമായിരുന്നു കൈയും കാലും ഓടിക്കാന്നുള്ളത്. രാജം റീച്ചസ് ദ ഗ്രൂവ് വിത്ത് ആൻ എയർ ഗൺ ഹി റിസീവ്ഡ് ഓൺ ഹിസ് ബർത്ത്ഡേ. അപ്പോൾ ഈ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് എന്ത് സംഭവിക്കുകയാണ്? രാജം ഒരു എയർ ഗൺ എടുത്തിട്ടാണ് ഈ ഗ്രൂവിലേക്ക് വരുന്നത്. അപ്പോൾ ഈ എയർ ഗൺ എന്ന് പറയുന്നത് രാജൻ്റെ രാജമിന് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള എയർ ഗൺ ആണ്. അപ്പോൾ ഇവരുടെ സ്വഭാവം മാറി. മണി പറഞ്ഞു, ഇത് പറ്റൂല, ഇങ്ങനെ തല്ലുണ്ടാക്കാൻ വന്നിട്ട് കൈ കൊണ്ട് അടിച്ച് തീർക്കാണ്ട് ഇങ്ങനെ എയർ ഗണ്ണൊന്നും കൊണ്ടുവരാൻ പറ്റൂല, അത് ചീറ്റിംഗ് ആണ്. കാരണം നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? നോ ഗാർഡ്സ് അല്ലേ, നോ ഗാർഡ്സ് നോ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എയർ ഗണ്ണൊന്നും കൊണ്ടുവരാൻ പറ്റൂല. അന്നേരം രാജം ചോദിച്ചു, അല്ല മോനെ, പിന്നെ നീ എന്തിനാ നിന്റെ ക്ലബ്ബ് എടുത്തുകൊണ്ട് വന്നേ? നീയും ഇപ്പം എന്നെ അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ ക്ലബ്ബ് കൊണ്ടുവന്നത്, അപ്പോൾ അതും പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ചെറിയൊരു ടെൻഷൻ്റെ സിറ്റുവേഷനിൽ എത്തിയപ്പോൾ രാജം ചോദിച്ചു, എന്താണ് നിനക്ക് എന്നോടുള്ള പ്രശ്നം? നമുക്ക് സംസാരിച്ച് തീർക്കാം, എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ മണി പറഞ്ഞു, നീ എന്നെ പറ്റി മോശമായിട്ട് വേറെ ഒരുത്തനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ രാജൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, രാജം ആസ് മണി ദ റീസൺ ഫോർ ഹിസ് ഹേറ്റ്രെഡ് ആൻഡ് സജസ്റ്റ് ദാറ്റ് ദേ കുഡ് ബി ഫ്രണ്ട്സ്. എന്നിട്ട് രാജൻ പറയാണ്, എനിക്ക് ഫ്രണ്ട്സ് ആവാൻ കുഴപ്പമില്ല. അപ്പോൾ മണി പറഞ്ഞു, എന്നാൽ എനിക്കും കുഴപ്പമില്ല, ഫ്രണ്ട്സ് ആവാം. അങ്ങനെ രണ്ടുപേരും കൂടെ എന്തായി? ഫ്രണ്ട്സ് ആവാമെന്ന് തീരുമാനിച്ചു. സ്വാമി ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇവർ തല്ലുകൂടി തമ്മിൽ കൊല്ലാൻ വേണ്ടി വന്ന ആൾക്കാർ, എന്നാൽ ശരി ഫ്രണ്ട്സ് ആടാ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. രാജൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു അല്ലേ, ഒരു ഡസൻ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. രാജം അതെടുത്ത് കാണിച്ചു. ഇവർ 3 പേരും ഇരുന്ന് ബിസ്ക്കറ്റ് തിന്നു. ഇവർ 3 പേരും ഫ്രണ്ട്സായി. ഓക്കെ, എൻ്റെ തീപ്പു ഞാനൊന്ന് പഠിപ്പിക്കട്ടാ. ഓക്കെ, അങ്ങനെ ഇവരെന്തായി? ഇവർ വൻ കമ്പനിയായി. ഇനി നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ള സ്റ്റോറിയിൽ. നിങ്ങൾക്ക് ഇനി അധികം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ഈ സ്റ്റോറിയിൽ ഇവരെന്താവുന്നുണ്ട്? ഇവർ ബെസ്റ്റ് ഒരു ട്രയോ കപ്പിൾ അല്ല, ഒരു ട്രയോ ടീം തന്നെ ആവുന്നുണ്ട്. ഇവർ പിന്നെ വൻ ഫ്രണ്ട്സാണ്. ഓക്കെ,
എടാ ഏഗൻ ഭ്രാന്തൻ സ്വാമി ഫൈറ്റിന് സ്വാമി ഒരു പാവം കുട്ടിയാ അല്ലേ? സ്വാമി ഇപ്പം മിസ്സിനൊക്കെ പോലെ ഒരു ഭയങ്കര പാവമായിട്ടുള്ളൊരു ആളാണ്. അപ്പം സ്വാമിക്ക് എന്തിനോട് താല്പര്യമില്ല, സ്വാമിക്ക് ഇങ്ങനെ ഒരു തമ്മ തല്ലണമെന്നൊന്നുമില്ല. സ്വാമിക്ക് ഇതൊരു നല്ല വൈബായിട്ട് സെറ്റായിട്ട് പോയാൽ മതി എന്നേ ഉള്ളൂ. പക്ഷെ സ്വാമി ഞെട്ടി. ലൈക്ക് സീരിയസ്ലി നിങ്ങൾ തല്ലാനും കൊല്ലാനും വന്ന ആൾക്കാർ തമ്മിൽ ഇത്ര പെട്ടെന്ന് കമ്പനി ആയോ എന്ന് സ്വാമി ഞെട്ടി. അത് ശരിയാണ്. ഓക്കെ, കപ്പിളല്ല മിസ് ഫ്രണ്ട്സ്. എടാ കപ്പിൾ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിലുള്ള കപ്പിൾസ് തന്നെ ആവണമെന്നൊന്നും ഇല്ല. കപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ. ഓക്കെ, രണ്ട് എന്നുള്ളൊരു മീനിങ് അല്ലേ? കപ്പിൾ ഓഫ് ഡേയ്സ് എന്നൊക്കെ പറയില്ലേ? അപ്പം ആ 2 ഡേയും കപ്പിളാണെന്നാണോ? അല്ല. ഓക്കെ, ഇനി ഇതാ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പോമാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ഞാൻ വന്നത്. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് എടുത്തതാണ്. ഓക്കെ. Yes, Aegon Prandan, very good. They shared biscuit to show they were friends. Miss, we are couples. ആര്? സൈബറെ എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, A prayer in the spring. Yes, A prayer in the spring എന്നുള്ള പോമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളോടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ പോയറ്റ്? ഓക്കെ, ഈ ഒരു പോം ആരാണ് എഴുതിയത്? Who is the poet of the poem A prayer in the spring? ആരാണ് ആരാണ് ആരാണ്? റോബർട്ട് ഫ്രോസ്റ്റ്, സുനിൽ ശോഭ, ഡാൻ ഡൈസ്, സുനിൽ ശോഭ, വെരി 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 ഗുഡ്. അൻഷിത, ഏഗൻ പ്രാന്തൻ, ക്വീൻ. എന്താ ഏഗൻ പ്രാന്തൻ നിനക്കൊരു ഡൗട്ട്? ക്വീൻ, ദീപു, അനൂപ്, വിച്ചു, നീരജ. ടീച്ചർ വേണമെന്ന് തോന്നുന്നു. ടീച്ചർ എനിക്ക് വേറെ പെണ്ണുണ്ട്. സൈബറേ, യൂട്യൂബ്. ഓക്കെ, അപ്പൊ എന്താണ്? റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോമാണ് A Prayer in the Spring. അപ്പൊ അദ്ദേഹം ഒരു അമേരിക്കൻ പോയിറ്റ് ആണ്. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ. പുലിറ്റ്സർ പ്രൈസ് 4 വട്ടം കിട്ടുന്ന ഒരേ ഒരാളാണ് നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. ഹി വാസ് നോമിനേറ്റഡ് ഫോർ നൊബൽ ലിറ്ററേച്ചർ 31 ടൈംസ്. ആൻഡ് മെൻറ്റിംഗ് വാൾസ്, ബർച്ചസ്, ദ റോഡ് നോട്ട് ടേക്കൻ ഒക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക്സ് ആണ്. ഓക്കെ, ആടാ ലൂണ കറക്റ്റാ. മിസ്സിനോട് നമ്മൾ കപ്പിളാന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിപ്പോൾ പറയാം ഇവന് വേറെ ലൈൻ ഉണ്ട്. ദിസ് ഇസ് നോട്ട് ഫെയർ, ദിസ് ഇസ് നോട്ട് ഫെയർ അറ്റ് ഓൾ. ഓക്കെ, ഇനി നിന്നെ ഞാൻ വിളിക്കില്ലടാ. ഓക്കെ, ഓ ഗിവ് us pleasure in the flowers today and give us not to think so far away as the uncertain harvest keep us here all simply in the springing of the year. ഓക്കെ, അപ്പൊ ഈ 4 ലൈൻസ് എന്തിനെ പറ്റിയിട്ടാണ്? സുനിൽ ശോഭ, പെട്ടെന്ന് 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 എന്താണ് ഈ 4 ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചത്? ഓ ഗിവ് us pleasure in the flower today. എവിടെ എന്താണ് നമ്മുടെ പോയറ്റ് ദൈവത്തോട് ചോദിക്കുന്നത്? ഗിവ് us pleasure. വേണ്ട സൈബറെ, ഞാൻ നിർത്തി. സൈബർ വൻ തേപ്പ്. ജസ്റ്റ് എന്ന് വെച്ചാൽ പറഞ്ഞ പാട് തേപ്പ്. നോ 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 നോ. എന്താണ്? അപ്പം ഈ ഒരു പോമിൻ്റെ തീം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്തിലാണ് ഫോക്കസ് കിടക്കുന്നത്? ഗിവ് us pleasure. സുനിൽ ശോഭ കുറച്ചുകൂടെ ആൻസർ അങ്ങോട്ട് വരട്ടെ. എന്താണ്? യെസ്, പ്രസൻറ്റിൻ്റെ വാല്യൂ ആണ് ക്വീൻ. യെസ്, പ്രസൻറ്റിൻ്റെ വാല്യൂ ആണ്. ബിലാലുണ്ട്. എനിക്ക് ബിലാലുണ്ടെന്നാ. ഓക്കെ, അപ്പോൾ പ്രസൻറ്റിൻ്റെ വാല്യൂവിനെ പറ്റി പറയുന്ന ഒരു പോമാണ്. ഓ ഗിവ് us pleasure in the flowers today. അതായത് ഇന്നത്തെ പൂക്കളിൽ എനിക്ക് സന്തോഷം തരണം എന്നാണ് പറയുന്നത്. ഗിവ് us not to think so far away. ഇനി എന്ത് വരുന്നു? ഫ്യൂച്ചറിനെ പറ്റി എനിക്ക് ആലോചിക്കേണ്ട ഒരു ഗതികേട് വരരുത്. അതായത് ഞാൻ ഇങ്ങനെ ഫ്യൂച്ചറിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ആസ് ദി അൺസർട്ടൻ ഹാർവെസ്റ്റ്. അപ്പോൾ ഫ്യൂച്ചറിനെ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? വാട്ട് ഈസ് ഫ്യൂച്ചർ കമ്പയർഡ് ടു? പിന്നെ എനിക്ക് ഇന്നസെൻ്റ് ആക്കിയതാ. അത് അവൾ കണ്ടിപ്പോൾ പോയി കാണും. സൈബറേ വേണ്ട. യെസ്, നോ വറീസ് അബൌട്ട് ദ ഫ്യൂച്ചർ. സുനിൽ ശോഭ, വെരി ഗുഡ്. അൺനോൺ, ഫ്യൂച്ചർ ഇല്ലെങ്കിൽ അൺസർട്ടൻ, വെരി ഗുഡ് വെരി ഗുഡ്. അൺസർട്ടൻ ഹാർവെസ്റ്റോ ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അൺനോൺ, വെരി ഗുഡ് കേട്ടോ. അപ്പം അവിടെ നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഒരു അത്തരം കമ്പാരിസനെ നമ്മൾ എന്താ വിളിക്കുക? ഈ അൺസർട്ടൻ ഹാർവെസ്റ്റ് പോലെയാണ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അത്തരം കമ്പാരിസനെ നമ്മൾ എന്താണ് വിളിക്കുക? എന്താണ് അതിനൊരു ടീച്ചറിന്റെ നെയിം എന്താ? ബിലാൽ, എൻ്റെ പേരറിയാണ്ടാണോ മിസ്സിന് ഞാനുണ്ട് എന്നൊക്കെ പറയണേ? മിസ്സിന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ഓക്കെ, ശ്രീലക്ഷ്മി. വൈഗ മോളൂസ, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ക്വീൻ്റെ പേരും ശ്രീലക്ഷ്മി എന്നാണ്. സുനിൽ ശോഭ, വെരി ഗുഡ് വെരി ഗുഡ്. എങ്ങനെയാണ് അത് മെറ്റഫർ ആവുന്നേ?
ടീച്ചർ സ്വപ്നം കാണാറുണ്ടോ? ടീച്ചർ ഇപ്പോൾ ഈടെ ആയിട്ടില്ല, ഇപ്പോൾ ടീച്ചർക്ക് അധികം സമയം കിട്ടാറില്ല സ്വപ്നം കാണാൻ മാത്രം. ഓക്കെ, എന്താണ് മെറ്റഫർ ആണോ? മെറ്റഫർ എന്ന് പറഞ്ഞവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. മെറ്റഫർ എന്ന് പറഞ്ഞവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെ മെറ്റഫർ കിട്ടിയത്? ആസ് വരുമ്പോൾ സിമിലി അല്ലേ? യെസ് ലൂണ, വെരി ഗുഡ്. ആസ് ദി അൺസർട്ടൻ ഹാർവെസ്റ്റ് അല്ലേ? എന്ത്? നോട്ട് ടു തിങ്ക് സോ ഫാർ അവേ ആസ് ദി അൺസർട്ടൻ ഹാർവെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുക. എന്തുപോലെയാണ് ഫ്യൂച്ചർ ഇവിടെ? ആസ് ദി അൺസർട്ടൻ ഹാർവെസ്റ്റ് പോലെയാണ്. ദാറ്റ് വുഡ് ബി സിമിലി. കളർ മാറുന്നില്ലല്ലോ. ദാറ്റ് ഈസ് സിമിലി അല്ലേ? സിമിലി. ഓക്കെ, സിമിലി ആണ്. All simply in the springing of the year. Keep us here all simply in the springing of the year. അപ്പോൾ ഫ്യൂച്ചറിനെ പറ്റി വെറി ചെയ്യിപ്പിക്കാതെ, ഒരു ഉറപ്പും ഇല്ലാത്ത ഫ്യൂച്ചറിനെ പറ്റി ഞങ്ങളെ വെറി ചെയ്യിപ്പിക്കാതെ എന്ത് ചെയ്യണം? ഞങ്ങൾ ഇവിടെ പ്രസന്റിൽ നിർത്തണം എന്നാണ് പറയുന്നത്. കീപ്പ് us here all in the springing of the year. ഇപ്പോൾ ഈ സ്പ്രിംഗ് സീസണിൽ ഈ ഒരു എല്ലായിടത്തും പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്ന ഈ സമയത്ത് ഇവിടെ ഞങ്ങളെ പ്രസന്റിൽ നിർത്തണം. കീപ്പ് us here കൊണ്ട് ഉദ്ദേശിച്ചത് പ്രസന്റിൽ നിർത്തണം. In the springing of the year talks about the season. Yes. Okay. ഇനി അതാ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. All simply in the springing of the year. ഏത് poetic device ആണ്? All simply in the springing of the year. Give us pleasure in the present. Yes, Aegon Class എന്താണ്? അലിട്രേഷൻ ആണ് അല്ലേ? അലിട്രേഷൻ ആണ്. ഓക്കെ, എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങൾ എന്തുകൊണ്ടാണ് മെറ്റഫറുമായിട്ട് കൺഫ്യൂസ്ഡ് ആയെന്നുള്ളത്. അൺസർട്ടൻ ഹാർവെസ്റ്റ് എന്ന് പറയുമ്പോൾ, പക്ഷേ ആസ് ദി അൺസർട്ടൻ ഹാർവെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സിമിലി അല്ലേ വരാം? ഓക്കെ, അത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. എനിവേ, നമുക്ക് റൈമിംഗ് വേർഡ്സ് നോക്കാം. ടുഡേ, ഫാർ അവേ, ഹിയർ, ഇയർ. എന്താണ് റൈം സ്കീം? ടുഡേ, ഫാർ അവേ, ഹിയർ, ഇയർ. ഏതാണ് റൈം സ്കീം? എന്താണ് റൈം സ്കീം? ഡോറ മിസ്സിനെ പോലെ മിസ്സിന് വേറെ നെയിം ഉണ്ടോ? ആക്ച്വലി ഡോറ മിസ് ഞാനും ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ രണ്ടും ശ്രീലക്ഷ്മിമാരായതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വന്നിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരാൾക്ക് വീട്ടിൽ വിളിക്കുന്ന പേര് വിളിക്കാം, ഒരാളെ ശ്രീലക്ഷ്മി എന്ന് വിളിക്കാം. അങ്ങനെ മിസ്സിനെയും വീട്ടിൽ നിന്ന് അമ്മു എന്നാണ് വിളിക്കുക, എന്നെയും വീട്ടിൽ നിന്ന് അമ്മു എന്നാണ് വിളിക്കുക. അപ്പം പിന്നെ ഞങ്ങൾ ഒരു തീരുമാനം എത്താണ്ട് അങ്ങോട്ട് പോയി. അപ്പം മിസ്സിനെ ഞാനിപ്പോൾ ഡോറ മിസ് എന്ന് വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, AABB. യെസ്, AABB ആണ്. ഞാൻ ഓൾറെഡി എടുത്ത കളറാണ്. AABB ആണ്. എന്തിലോട്ടെ AABB. അപ്പം നമ്മുടെ റൈം സ്കീം എന്താണ്? AABB. ഓക്കെ ഓക്കെ. ക്വീനെ, നീ ഇങ്ങോട്ട് പോര്. നീ എനിക്ക് 24 മണിക്കൂർ ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. Oh, give us pleasure in the orchard white, like nothing else by day, like goes by night. And make us happy in the happy bees, the swarm dilating around the perfect trees. Oh, give us pleasure in the orchard white. കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ആപ്പിളിൻ്റെ ഒക്കെ ഒരു തോട്ടം ഇല്ലേ, അതിനാണ് നമ്മൾ ഓർച്ചർഡ് എന്ന് പറയുക കേട്ടോ. ആപ്പിൾ എന്ന് തന്നെയല്ല, സിട്രസ് ഫ്രൂട്ട്സ് അല്ലാത്ത എല്ലാ തോട്ടത്തിനെയും നമ്മൾ എന്താ പറയുക? ഓർച്ചർഡ് എന്നാണ് പറയാം. മരങ്ങളുടെ തോട്ടം കേട്ടോ, മരങ്ങളുടെ തോട്ടത്തിന് ഓർച്ചർഡ് എന്ന് പറയും. അപ്പോൾ ഗിവ് us pleasure in the orchard white എന്ന് പറഞ്ഞാൽ വൈറ്റ് ഫ്ലവേഴ്സ് ഉള്ള ഓർച്ചർഡ്, അതായത് മിക്കവാറും ആപ്പിളിൻ്റെ ഓർച്ചർഡ് ആയിരിക്കും. ഓക്കെ, ടീച്ചർ ഇവിടെ ഞാൻ ക്വീനാ. എടാ എനിക്ക് മനസ്സിലാവുന്നില്ല. ലൈക്ക് നത്തിങ് എൽസ് ബൈ ഡേ, ലൈക്ക് ഗോസ് ബൈ നൈറ്റ്. വെരി ഗുഡ്. അതാരാ? ഏഗൻ പ്രാന്തൻ. സെക്കൻഡ് ലൈനിൽ സിമിലി ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഗിവ് us pleasure in the orchard white. ഈ ഓർച്ചർഡ് വൈറ്റിൽ, അതായത് ഈ ഓർച്ചർഡൊക്കെ പൂത്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവണം അല്ലേ? ഇത് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ലൈക്ക് നത്തിങ് എൽസ് ബൈ ഡേ, ലൈക്ക് ഗോസ് ബൈ നൈറ്റ് അല്ലേ? ഈ ഓർച്ചർഡ് വൈറ്റ് എന്ന് പറയുന്നത് പകലൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്രയും പൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് ലൈക്ക് ഗോസ്റ്റ് ബൈ നൈറ്റ്, ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ലുക്കിംഗ് ലൈക്ക് ഗോസ്റ്റ് ബൈ നൈറ്റ് അല്ലേ? അപ്പം അവിടെ എന്താണ്? സിമിലിയാണ്. രാത്രി ഇത് എന്തുപോലെ ആയി? പ്രേതം പോലെ ആയി എന്നാണ് പറയുന്നത്. അതിന് ഒരുപാട് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതായത് പൂക്കൾ കുറച്ച് കാലേ ഉള്ളൂ, അത് അപ്പോഴേക്ക് ഫ്രൂട്ട്സ് ആയി പോകും, അതുകൊണ്ട് ലൈക്ക് ഗോസ് ബൈ നൈറ്റ് അങ്ങനെയൊക്കെ പറയാം. എനിവേ, ലൈക്ക് ഗോസ് ബൈ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർച്ചർഡ് വൈറ്റിനെ ഗോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ,
and make us happy in the happy bees, the swarm dilating around the perfect trees. അപ്പോൾ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർച്ചർഡിലെ മരങ്ങൾക്ക് ചുറ്റും പറക്കുന്ന, കൂട്ടത്തോടെ പറക്കുന്ന നമ്മുടെ ബീസ് ഉണ്ടല്ലോ, ഗ്രൂപ്പ് ഓഫ് ബീസിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്വാം എന്ന് പറയുക, ഗ്രൂപ്പ് ഓഫ് ബീസ്. മിസ് സ്കൂളിൽ ഓർക്കിഡ് പൂ എന്നാണ് പറയുന്നത്. എത്ര പറഞ്ഞിട്ടും സ്കൂളുകാർക്ക് മനസ്സിലാവുന്നില്ല. പാർവണ ഹായ്. എടാ ഓർച്ചഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് അടിച്ചു നോക്ക്. നിങ്ങൾ ഓർക്കിഡിൻ്റെ സ്പെല്ലിംഗ് എന്താ, ഓർച്ചഡിൻ്റെ സ്പെല്ലിംഗ് എന്താ? നിങ്ങൾ അത് നോക്കിയിട്ട്, ഇനി അതല്ല നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഓർക്കിഡ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഓർക്കിഡ് എഴുതിക്കോളൂ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? ഓർക്കിഡ് വേറെയും ഓർച്ചഡ് വേറെയാണ്. ഇനിയിപ്പം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എന്താണോ പറയണത് അത് ചെയ്യാം കേട്ടോ. ഓർച്ചഡ് വൈറ്റ്. അപ്പോൾ ഇത് ഓർക്കിഡ് ആയി കഴിഞ്ഞാൽ ഇതിലൊരു മീനിങ് ഇല്ലല്ലോ. ഓ ഗിവ് us pleasure in the orchid white like nothing else but ഇത്രയും ഓക്കെ. ആൻഡ് മേക്ക് us happy in the happy bees, the swarm dilating around the perfect trees എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ മരത്തിൻ്റെ റെഫറൻസ് എന്തിനാ വരണേ? മിസ് കാർ ഓടിക്കാൻ അറിയോ? കാർ ഓടിക്കാൻ അറിയോന്നോ? മിസ് കാറേ ഓടിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ പർവാന പിന്നെ വിളിക്കണം. പാർവണ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ മിസ് പറഞ്ഞിട്ട് ഇപ്പോൾ ഓർക്കിഡ് എന്നാണ് പറയുന്നതെങ്കിൽ ഓർക്കിഡ് എഴുതിക്കോളൂ. ഓക്കെ. കുറേ നെറ്റിൽ കുറേ റെഫറൻസ് ഓർക്കിഡ് വന്നിട്ടുണ്ട്. ഓർച്ചഡ് എന്ന് പറയുന്ന ഒരു വാക്ക് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓർച്ചഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളുടെ തോട്ടം എന്നാണ് അർത്ഥം. ഓർച്ചഡിൽ വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന ഓർച്ചഡ് ഉണ്ട്. ബട്ട് ഇനി ഓർക്കിഡ് ആണ് അവരുടെ റെഫറൻസിലുള്ളതെങ്കിൽ ഓർക്കിഡ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ. നിങ്ങളുടെ സ്കൂളിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഫോളോ ചെയ്യാം. ഓക്കെ. ആൻഡ് മേക്ക് us happy in the happy bees, the swarm dilating around the perfect trees. അപ്പോൾ ഈ ഓർച്ചഡിലുള്ള ഈ പെർഫെക്റ്റ് ട്രീസിന് ചുറ്റും നടക്കുന്ന, അതിന് ചുറ്റും ഇങ്ങനെ കവർ ചെയ്ത് നടക്കുന്ന നമ്മുടെ ഗ്രൂപ്പ്, ഒരു സ്വാം ഓഫ് ബീസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. മേക്ക് us happy in the happy bees അല്ലേ? അവർ ആസ്വദിക്കുന്ന പോലെ ഈ പ്രസൻറ്റിനെ ആസ്വദിക്കാൻ ഞങ്ങളെയും കൂടെ അനുവദിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ആൻഡ് ലൈക്ക് നത്തിങ് എൽസ് ബൈ ഡേ ലൈക്ക് ഗോസ് ബൈ നൈറ്റ്, മേക്ക് us happy in the happy bees. എന്താണ്? അലിട്രേഷൻ പറയാം, റെപ്പിറ്റേഷൻ പറയാം, അലിട്രേഷൻ. ആൻഡ് സ്വാം ഡയലേറ്റിംഗ് അറൗണ്ട് ദി പെർഫെക്റ്റ് ട്രീസ്. ഓക്കെ. ഞാനിവിടെ ഒന്നും മറന്നിട്ടില്ലല്ലോ. അലിട്രേഷൻ പറഞ്ഞു, happiness one. Okay. And make us happy in the darting bird that suddenly above the bees is heard, the meter that thrusting with the needle bill and off a blossom in a mid-air standstill. That is, make us happy in the darting bird. Darting bird കൊണ്ട് ഉദ്ദേശിച്ചത് നാളെ നമ്മുടെ ആരായിരുന്നു? അലൻ ആണോ പറഞ്ഞത് darting birdന്റെ മീനിങ്? അലൻ ഇന്ന് എവിടെ? കുഴപ്പമില്ലടാ. നിങ്ങളോട് സ്കൂളിൽ നിന്ന് പറഞ്ഞത് എന്താണോ അത് എഴുതാം. നിങ്ങളുടെ ആക്ച്വൽ ടീച്ചേഴ്സ് ഇല്ലേ, ട്രെയിനിങ് ടീച്ചേഴ്സ് എന്നാ, ഞാനും ഒരു കാലത്തൊരു ട്രെയിനിങ് ടീച്ചറായിരുന്നു. അപ്പോൾ ഇറ്റ്സ് ഫൈൻ. നമ്മുടെ ലിറ്ററേച്ചറിൽ ഓരോന്നും നമ്മുടെ റീഡിങ്ങിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പറയണ ഒരുപാട് ടെൻഷൻ ആവുമൊന്നും വേണ്ട. പറയണ എൻ്റെ മിസ് ഇപ്പോൾ പറയാണ് മോളെ അത് ഓർക്കിഡ് ആണെങ്കിൽ ഓർക്കിഡായിട്ട്. അപ്പോൾ ആരാണോ ഈ പേപ്പർ കറക്റ്റ് ചെയ്യുന്നത് അവർ പറയുന്നത് എന്താണോ അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ. മെൻറ്റി പറയാം കേട്ടോ. മെൻറ്റി നമുക്ക് സെറ്റാക്കാം. Alan Roy is missing. Yes, where is Alan Roy? Anyway, make us happy in the darting bird. Darting bird എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ സ്വിഫ്റ്റ് ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് പറക്കുന്ന ബേർഡ്, ഹമ്മിങ് ബേർഡ് ആണ് ഉദ്ദേശിച്ചത്. That suddenly above the bees is heard. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു ഓർക്കിഡിലെ മരത്തിന് ചുറ്റും എന്തുണ്ട്? ബീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ബീസിന്റെ മുകളിൽ വേറൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരുടെയാണ്? ഹമ്മിങ് ബേർഡിന്റെ ആണ്. ആൻഡ് സഡൻലി above the bees is heard. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ്? മെറ്റഫറാണ്. അപ്പോൾ ഒരു വാൽ നക്ഷത്രത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബഹിരാകാശത്ത് നിന്ന് വരുന്ന വീഴുന്ന കല്ലുകളില്ലേ, അതുമായിട്ടാണ് ആരെ കമ്പയർ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഈ ഒരു ഹമ്മിങ് ബേർഡിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അത്രയും ഫാസ്റ്റ്, ആ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ദാറ്റ് ത്രസ്റ്റ് വിത്ത് എ നീഡിൽ ബിൽ. അപ്പോൾ അതിൻ്റെ ഈ കൂർത്ത ചുണ്ടുകൊണ്ട് ഇങ്ങനെ ഈ പൂവിന്ന് നെക്ടർ എടുക്കുമല്ലോ, അതിൻ്റെ റിലേഷൻഷിപ്പ് നിങ്ങൾ ബയോളജിയിൽ പഠിക്കും. എനിവേ, ദാറ്റ് ത്രസ്റ്റ് ഇൻ വിത്ത് നീഡിൽ ബിൽ ആൻഡ് ഓഫ് എ ബ്ലോസം ഇൻ ദ മിഡ് എയർ സ്റ്റാൻഡ് സ്റ്റിൽ. അപ്പോൾ ഒരു പൂവിന്ന് അത് പുറത്തേക്ക് വന്ന് ഈ മിഡ് എയറിൽ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുമ്പോൾ എന്തുപോലെ ഉണ്ട്? നമ്മുടെ അങ്ങനെ വന്നിട്ടുള്ളൊരു വാൽനക്ഷത്രം പോലെ തോന്നുന്നുണ്ട് അതിനെ കാണുമ്പോൾ. ഓക്കെ. അപ്പോൾ അവിടെ എന്താണ്? ലൈക്ക് മെറ്റോർ എന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? ദ എന്നാ പറയുന്നത്. അവിടെ ലൈക്കും ആസും ഒന്നുമില്ല, ബട്ട് കമ്പാരിസൺ ഉണ്ട്. എന്താണ്? മെറ്റഫറാണ്. And make us happy in the darting bird and then suddenly above the bees is heard.
that thrusts with needle will and offer blossom in the mid air stand still. അപ്പോൾ ഈ സ്റ്റാൻഡ് സ്റ്റിൽ എന്നുള്ളത് അഗെയിൻ എന്തായി? സ്റ്റാൻഡ് സ്റ്റിൽ എന്തായി? മിസ്സിൻ്റെ പ്ലേസ് എവിടെയാണ്? മിസ്സിൻ്റെ പ്ലേസ് എടാ തെഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത്. ഓക്കെ, സ്റ്റാൻഡ് സ്റ്റിൽ എന്തായി? അലിട്രേഷനായി. ഓക്കെ. For this is love and nothing else is love, the which it is reserved for the God above, to sanctify to what far ends he will, but which it only needs that we fulfill. For this is love, for this is love. This is love എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസൻറ്റ്. ഓക്കെ, നമുക്കിപ്പോൾ എല്ലാം മാറ്റാൻ കിട്ടുന്ന നമ്മുടെ ഈ പ്രകൃതി ഇപ്പോൾ ആസ്വദിക്കാൻ പറ്റുന്ന ഈ പ്രസൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതി ആയിക്കോട്ടെ, അതാണ് എന്ത്? അതാണ് സ്നേഹം. ആരുടെ സ്നേഹം? ദൈവത്തിൻ്റെ സ്നേഹം. For this is love and nothing else is love. ഇതാണ് സ്നേഹം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജീവിക്കാൻ നമുക്ക് അനുവദിക്കുന്ന ഈ സമയം ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റുമുള്ള ഈ ഭംഗിയുള്ള പ്രകൃതി ആയിക്കോട്ടെ, ഇതാണ് സ്നേഹം. The which it is reserved for God about to sanctify to what for ends he will. അതായത് ഈ ഒരു സ്നേഹം ഏത് പരിധി വരെ പോവും എന്നുള്ളത് തീരുമാനിക്കാൻ, ആ ഒരു സ്നേഹത്തെ ഹോളി ആക്കാൻ ആകെ പറ്റുന്നത് ദൈവത്തിനാണ്. പക്ഷെ ദൈവം എത്രമാത്രം നമുക്ക് വേണ്ടി ചെയ്യും എന്നുള്ളത് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഏത് പരിധി വരെ പോയി ഇത് ആസ്വദിക്കുന്നു, നമ്മൾ ഏത് പരിധി വരെ ഇതിനു വേണ്ടി പോകുന്നു, ഏതൊക്കെ ആവശ്യങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നു, അത് ബേസ് ചെയ്തിട്ടാണ് ഏതറ്റം വരെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കിട്ടുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടിരിക്കുന്നത്. ഈ പ്രസൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ടൈം ആയിരിക്കണം ദൈവത്തിൻ്റെ സ്നേഹം ആയിട്ട് നമ്മുടെ പോയിട്ട് പറയുന്നത്. ഓക്കെ ഓക്കെ ഗോഡ് ഉണ്ടോ മിസ്? ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. ഇപ്പം നമുക്ക് എങ്ങനെ ഉണ്ട് ഗോഡ്? ഇപ്പം ഗോഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എങ്ങനെയുണ്ട് ഗോഡ് എന്ന്. ഗോഡ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും പിന്നെ ആരാ അതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾക്കൊരു ലൈഫിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തിയിട്ട് തോന്നുകയാണ് എൻ്റെ കൂടെ ദൈവം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വിശ്വസിക്കുക. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരാളെ കണ്ട് അയാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരെ ചിലപ്പോൾ ഇഷ്ടപ്പെടും അല്ലേ? അപ്പം ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ ഉള്ളിൽ ദൈവം ഉണ്ടെന്നുള്ളതാണ്. നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്നവർ, നമ്മൾ സ്നേഹത്തോടെ പെരുമാറുന്നത്, അങ്ങനെ നമ്മുടെ ഒരു നമ്മൾ നന്മയുള്ള ആൾക്കാരുടെ ഉള്ളിലൊക്കെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പോൾ എല്ലാ പ്രശ്നവും സോൾവ് ആയി. ഓക്കെ, അഗൈൻ നിങ്ങൾക്കുള്ള സമ്മറി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാനിപ്പോൾ വായിക്കുന്നില്ല. സമ്മറി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാം, നമ്മുടെ നോട്ട്സിലുണ്ടാവും. നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് റൈം സ്കീം എന്താണെന്ന് നോട്ട് ചെയ്യുക. കാരണം എന്താ, നമുക്ക് അലിട്രേഷൻ എഴുതണം, നമുക്ക് അപ്രിസിയേഷൻ എഴുതണം. ക്വാർട്ടറൈൻസ് ആണ്. എത്ര ക്വാർട്ടറൈൻസ് ഉണ്ട്? 4 ക്വാർട്ടറൈൻസ് ഉണ്ട്. ക്വാർട്ടറൈൻസ് എന്ന് പറഞ്ഞാൽ 4 ലൈൻ സ്റ്റെൻസേനാണ് നമ്മൾ ക്വാർട്ടറൈൻസ് എന്ന് പറയാം. അതിന് 4 ക്വാർട്ടറൈൻസ് ഉണ്ട്. തീം എ പ്രെയർ ടു എൻജോയ് ദി എക്സ്പ്രഷൻ ഓഫ് ഗോഡ്സ് ലവ്, എ പ്രെയർ ടു ബി ഇൻ ഹാർമണി വിത്ത് ദ പ്രസൻറ്റ്. അപ്പോൾ ഇത്രയും നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ആ സൈബർ, ഇപ്പം സൈബർ ഇതാ കറക്റ്റായിട്ട് ലൈവിൽ വന്നിട്ട് മിസ്സിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ സൈബറിൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്, അത്രേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ മിസ്സ് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ മിസ്സ് പറഞ്ഞതിൽ എന്തോ പ്രശ്നമുണ്ട്, അപ്പം നിങ്ങളത് മിസ്സിന് പറഞ്ഞു തരാണ്. അപ്പം നിങ്ങൾ മിസ്സിനെ എന്താ ചെയ്യണം? മിസ്സിനെയും പഠിക്കാൻ നിങ്ങൾ സഹായിക്കുകയാണ്, നിങ്ങളെ പഠിക്കാൻ മിസ്സ് സഹായിക്കണം. അപ്പം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ദൈവമുണ്ട്. ഓക്കെ ഓക്കെ അങ്ങനെ ദൈവം മറ്റുള്ളവരുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ആരെയും വിഷമിപ്പിക്കാനും തോന്നില്ല, നമ്മളെ ആരും വിഷമിപ്പിക്കില്ല. വിഷമിപ്പിച്ചാൽ തന്നെ ദൈവമല്ലേ ക്ഷമിച്ചാളാം. ഓക്കെ, അപ്പോൾ എ പ്രെയർ ഇൻ സ്പ്രിംഗ് ആൻഡ് അപ്രിസിയേഷൻ. എ പ്രെയർ ഇൻ സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോം റിട്ടൺ ബൈ ആൻ എമിനൻറ്റ് റൈറ്റർ. ഇത്രയും ഏരിയ നന്നായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, ഈ ഏരിയ നന്നായിട്ട് പഠിച്ചു പോവാം, ഈ ഏരിയയും നന്നായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ കൊടുക്കുന്ന സമ്മറിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഒരു വട്ടം ഡിസ്കസ് ചെയ്താണ്. ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോട്ട്സിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു അപ്രിസിയേഷൻ എഴുതുമ്പം ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പോമിൻ്റെ പേര്, പോയിറ്റിൻ്റെ പേര്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ അപ്രിസിയേഷൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുക? പോം, പോയിറ്റ്, തീം, സ്ട്രക്ചറിനെ പറ്റി ചെറിയൊരു ഐഡിയ. ഓക്കെ, അത് കഴിഞ്ഞാൽ സമ്മറി കൊടുക്കുക, അത് കഴിഞ്ഞാൽ പോയിറ്റിക് ഡിവൈസസ് കൊടുക്കുക, അത് കഴിഞ്ഞാൽ വൈ ഐ ലവ് ദിസ് പോം, വൈ ഐ ലവ് ദിസ് പോം. ഇതിനു മുന്നേ ഈ പോയിറ്റിക് ഡിവൈസസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജിനെ പറ്റി പറയാം. ലാംഗ്വേജ് ഇസ് സിമ്പിൾ,
എന്ന് പറയാം. പിന്നെ ഭയങ്കര ഭംഗിയുള്ള ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ചിലതിലൊക്കെ കൊളോക്കിയൽ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കൊളോക്കിയൽ വേർഡ്സ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യുക. ക്വട്രീൻ ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ സ്ട്രക്ചറിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമോ? റൈം സ്കീം പറയാം, ഫ്രീ വേർഡ്സ് ആണെങ്കിൽ അത് പറയാം. ഓക്കെ, അപ്പോൾ അതൊക്കെ എവിടെ കൊടുക്കുക? നമ്മുടെ 3rd പാരഗ്രാഫിൽ കൊടുക്കുക. നോട്ട്സ് സ്ലൈഡ്സ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. ഓക്കെ, ബിലാൽ ഞാൻ ഗോഡാണ്. ഓക്കെ, സിമ്പിൾ ആൻഡ് ഫ്ലവറി ലാംഗ്വേജ്. സുനിൽ ശോഭ, നിങ്ങളുടെ ഇമാജിനേഷൻ ആണ് ഇതിൽ വരുന്ന ഡിസ്കോഴ്സ് മുഴുവൻ. ഓക്കെ, അടുത്തത് അഗെയിൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ദി ഹാപ്പിനെസ് മെഷീൻ എന്ന് പറയുന്നത്. ദി ഹാപ്പിനെസ് മെഷീനിലുള്ള 2 ആൾക്കാരുടെ പേര് എന്തായിരുന്നു നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിന്റെ പേര്? 2 ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? മെയിൻ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, സയന്റിസ്റ്റിന് ഒരു വൈഫ് ഉണ്ട്. ഇവരുടെ പേരെന്തായിരുന്നു? സൈബറെ പേരെന്താണ് ഇവരുടെ? ലിയോ, ഏഗൻ ഭ്രാന്തൻ. വെരി ഗുഡ്, ലിയോ, കോഴിക്കോടോ? ലിയോ ആണ്. ലെന, ഏഗൻ ഭ്രാന്തൻ ഫുൾ സെറ്റായിട്ടാണ് വന്നത്. ആരൊക്കെയാണ്? ലിയോ ഉണ്ട്, ലിയോന്റെ വൈഫ് ആരാണ്? ലെന ഉണ്ട്. ലിയോന്റെ ഫുൾ നെയിം എന്താ? ലിയോ ഓഫ്മാൻ. യെസ്, സുനിൽ ശോഭ, വെരി ഗുഡ്, ലിയോ ഓഫ്മാൻ ആണ്. പിന്നെ സുനിൽ ശോഭ അൺനോൺ. ദി മെർമെയ്ഡ് സ്കിൽസ്. ദി മെർമെയ്ഡ് സ്കിൽസ്, ഞാൻ ആദ്യം തെർമോഡൈനാമിക്സ് നോക്കിയാണ് വായിച്ചത്. ദി മെർമെയ്ഡ് സ്കിൽസ്, വെരി ഗുഡ്. ഓക്കെ, ലെന ഓഫ്മാൻ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഈ ലിയോ ഓഫ്മാൻ എന്ന് പറയുന്നത് കാര്യമായിട്ട് എങ്ങനെയെങ്കിലും ഹാപ്പിനെസ് മെഷീൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിച്ച ഒരാളാണ്. സംഭവം ഒരു കാര്യം പറയട്ടെ, ഒരു കവിത എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്ക് ബോധം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ദ ബർത്ത് ഓഫ് ഹാപ്പിനെസ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിയോ ഓഫ്മാൻ വൺ സയൻറ്റിസ്റ്റ് ആണ്. ഇയാൾ ഒരു ഹാപ്പിനെസ് മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ലിയോ ഓഫ്മാൻ വർക്കിംഗ് ഹാർഡ് ഓൺ ഹിസ് ഹാപ്പിനെസ് മെഷീൻ. ഹി വാസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ദി സൈസ് ഓഫ് ദ മെഷീൻ. ഹി വാസ് ഓൾസോ ലുക്കിംഗ് ഫോർ ദ റിയൽ മീനിങ് ഓഫ് ഹാപ്പിനെസ്. അല്ലേ? അപ്പോൾ എത്ര ഇങ്ങനെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകണോ, അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റണോ, എത്ര സൈസിൽ ഈ ഹാപ്പിനെസ് മെഷീൻ ഉണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ലിയോ ഓഫ്മാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഐഡിയാസിന് വേണ്ടിയിട്ട് ഓഫ്മാൻ എന്ത് ചോദിച്ചു? ലെനയോട് ചോദിച്ചു അല്ലേ? അപ്പൊ ലെന ഹാപ്പി ആയിരുന്നോ? എവിടെ? എന്താണ് ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നത്? ഹാപ്പിനെസ് മെഷീൻ വോണ്ട് വർക്ക്. അൺനോൺ. നീ ആദ്യം തന്നെ ക്ലൈമാക്സ് പറയല്ലേ? എല്ലാവർക്കും ആശീർവാദം കിട്ടും. എനിക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് പേപ്പറാണ്. പിന്നല്ല, പാർവണ. ഓക്കെ, നോ വേ. ലെന വാസന്റ് ഹാപ്പി അറ്റ് ഓൾ. എന്തുകൊണ്ടാണ്? ലിയോനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല അല്ലേ? ലിയോ വീട്ടിൽ ഒരു പണിയും ചെയ്യില്ല, ആരെയും നോക്കൂല. ലിയോ ഫുൾ ടൈം ഈ ഹാപ്പിനെസ് മെഷീനിൽ ഇരിക്കുകയാണ്, മിസ് ഇരിക്കുന്ന പോലെ. അപ്പോൾ ഹി വാസ് കൺഫ്യൂസ്ഡ് അബൌട്ട് ദ സൈസ് ഓഫ് ദ മെഷീൻ ആൻഡ് ഓൾ ദാറ്റ്. അങ്ങനെ ലെനേൻ്റെ അടുത്ത് പോകുന്നു. ലെന ഹാപ്പി അല്ല. ലെന വാസ് ഇറിറ്റേറ്റഡ് അറ്റ് ലിയോസ് ക്വസ്റ്റ്യൻ ആസ് ഷീ വാസ് ബോതർഡ് അബൌട്ട് ദി ഹൗസ് ഹോൾഡ് ചോസ് ആൻഡ് ലിയോ നോട്ട് സപ്പോർട്ടിങ് എനി. ഇവിടെ നിങ്ങൾക്ക് എന്ത് പ്രിപ്പയർ ചെയ്യണം എന്നറിയോ? ഇപ്പം എന്താണ് ഞാൻ CH എഴുതിയത്? ഇവിടെ നിങ്ങൾക്ക് കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. Talking to him made her realize that she burnt the bread in the oven, which irritates her more. അപ്പോൾ ഈ ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കോൺവെർസേഷൻ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ടോക്കിംഗ് ടു ഹിം മെയ്ഡ് ഹർ റിയലൈസ് ദാറ്റ് ഷീ ബേൺഡ് ദ ബ്രെഡ്. അല്ലേ? അപ്പോൾ ഇങ്ങനെ ലിയോ വന്ന് സംസാരിക്കുന്നു. ലെനയ്ക്ക് മൊത്തം ഇറിറ്റേഷൻ ആണ്. ലിയോനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബ്രെഡ് കത്തി പോകുന്നു. അങ്ങനെ മൊത്തത്തിലൊരു നല്ല വൈബ് അല്ല അവിടെ. Leo was burning midnight oil and never thought of food, rest or sleep. He finally announces that the happiness machine is ready. Lena was skeptic but about the happiness machine. After finding her irritated, Leo decided to test the machine the next day. അപ്പോൾ okay, machine ready ആയി. All time concentrating to making the happiness machine. Aegon Brandon, very good. ഈ ചാപ്റ്ററിൽ നിന്ന് ആരുടെ ക്യാരക്ടർ സ്കെച്ചാണ് വരാൻ ചാൻസ്? ലെനയുടെ വരാം, ലിയോൻ്റെ വരാം. ഗ്രാൻഡ് ഫാദറിൻ്റെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഞാനാണെങ്കിൽ ലെനേൻ്റെ ആയിരുന്നു എടുക്കുന്നുണ്ടാവുക. കാരണം ലിയോൻ്റെതിനെക്കാട്ടിലും നമുക്കിവിടെ കുറച്ചുകൂടെ ഒരു പ്രസക്തിയുള്ള ക്യാരക്ടർ ലെനയാണ്. എന്നാലും നിങ്ങൾ ലിയോയും കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ലിയോ ലെന എന്തായാലും പ്രിപ്പയർ ചെയ്ത് വെക്കുക, വായിക്കാതെ അത് പോകരുത്. ഓക്കെ, ലെന ലുക്സ് ലൈക്ക് ഷീസ് ഫ്രം 19. ഇത് പണ്ടത്തെ അല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, ലെന വാസ് സ്റ്റിൽ സ്കെപ്റ്റിക് അബൌട്ട് ദി ഹാപ്പിനെസ് മെഷീൻ. അങ്ങനെ ലെന ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുമ്പോൾ ലിയോ എന്ത് തീരുമാനിക്കും? ഞാൻ ഇന്ന് എന്തായാലും ടെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കും. അങ്ങനെ രാത്രി ഒരാൾ നൈറ്റ് മെയർ കാരണം ഞെട്ടി എഴുന്നേറ്റ് കരച്ചിലൊക്കെയാണ്. അത് ആരായിരുന്നു ആ കരഞ്ഞിരുന്ന ആള്?
യെസ്, ലിയോൻ്റെയും ലെനേൻ്റെയും മോൻ അല്ലേ, ലെനേൻ്റെയും മോനായിട്ടുള്ള സോളിന് എന്ത് പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. അവൻ പതിയെ എന്തായി, ഈ ഒരു ഹാപ്പിനെസ് മെഷീൻ്റെ അകത്ത് കയറി. അങ്ങനെ ഇവന് രാത്രി ഫുൾ കരച്ചിലായതിന് ശേഷം ലിയോയ്ക്ക് ആകെ ഡൗട്ടായി പോകും. ലൈക്ക് എന്തുകൊണ്ട് ഈ ഹാപ്പിനെസ് മെഷീനിൽ കയറിയിട്ട് സൗളിന് ഇങ്ങനെ പ്രശ്നം വരുന്നു. അത് ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, ലെന പിറ്റേന്ന് രാവിലെ തീരുമാനം എടുക്കും, നിങ്ങൾ ഇനി എൻ്റെ മക്കളെ ഒന്നും ഉപദ്രവിക്കേണ്ട, ഞാൻ തന്നെ ഹാപ്പിനെസ് മെഷീനിൽ കയറാം എന്ന് പറഞ്ഞിട്ട് Lena happiness machine le kerum. The machine growled and quivered and Lena started mentioning names like Paris, Pyramid, Rome, Perfume, the Blue Danube. Appo Lena adinte agathu kerite endu parayum. Aadham parayum, oh Paris, oh Rome, oh the perfume, pinnenda pyramids ennokka parayum. അത് കഴിഞ്ഞിട്ട് ലെന ഡാൻസ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോഴൊക്കെ ലിയോ പുറത്ത് വന്നിട്ട് യെസ് വൺ വൈബായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷമല്ല, കുറച്ചാണ്ട് കഴിഞ്ഞതിന് ശേഷം ലെന അകത്തിരുന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ ലെനേൻ്റെ മക്കളൊക്കെ പറയാം, അയ്യേ അമ്മ ചെറിയ മക്കളെ പോലെ കരയുന്നു എന്നൊക്കെ പറയും. പക്ഷെ ലെന പുറത്തിറങ്ങുമ്പോൾ ലിയോയ്ക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ലെനയ്ക്ക് ഇത് ഇത്ര പ്രശ്നം എന്ന്. അപ്പോൾ ലെന പറയും, ലിയോ ഒരു സംഭവം അത് ദൂരെ ആണെങ്കിൽ ആ ദൂരെ ഉള്ളതാണ് അതിൻ്റെ ഭംഗി. ഓക്കെ, ഇപ്പൊ സൺസെറ്റ് ആണ്, എനിക്കിപ്പോൾ ഒരു ദിവസം മുഴുവൻ സൺസെറ്റ് കാണാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല, സൺസെറ്റ് കുറച്ച് നേരേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഭംഗി. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാനും ഗൗതമി മിസ് ആൻഡ് മിസ് ഒക്കെ ഒരു ദിവസം സൺറൈസ് കാണാൻ പോവാന്ന് തീരുമാനിച്ചു. അപ്പം സൺറൈസ് ഫുൾ ടൈം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കാണാമല്ലോ. അപ്പം നമുക്കൊരു വൈബില്ലല്ലോ. ഇത് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വണ്ടി ഓടിച്ച് വയലടയിൽ പോയി അവിടെ ആ പീക്കിൽ നിന്ന് നമ്മളിങ്ങനെ സൺറൈസ് കാണുന്ന ആ ഒരു വൈബ് എവിടെ കിട്ടില്ല. എപ്പോഴും നമ്മൾ എപ്പോൾ പോയാലും സൺറൈസ് ആണെങ്കിൽ കിട്ടില്ല. ഓക്കെ, പാർവണ, നമ്മൾ ഹസ്ബൻഡിന് ഒരു റീസണും ഇല്ലാണ്ടാണോ കുറ്റം പറഞ്ഞേ? ഹസ്ബൻഡ് ഇങ്ങനെ തോന്നിവാസം കാണിച്ചുകൊണ്ട് നടക്കുന്നോണ്ടല്ലേ? യെസ്, അത് കഴിഞ്ഞ് ഷീ എക്സ്പ്ലെയിൻ ദാറ്റ് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ വെൻ ദേ ആർ ആസ് ഇറ്റ് ഇസ്. നോബഡി വാണ്ട്സ് ടു സീ ദ സൺസെറ്റ് ഫോർ അവേഴ്സ്. റെയർ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. ഇതൊന്ന് നോക്കി വെക്കുക. റെയർ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ ബിക്കോസ് ദേ ആർ റെയർ. ഹാവിങ് ദം ഇൻ അബൻഡൻസ് മേക്സ് ദം ലൂസ് ദെയർ ബ്യൂട്ടി. ഓക്കെ, അങ്ങനെ സ്റ്റിൽ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ലെന മെന്റ്, ലിയോ വെന്റ് ഇൻസൈഡ് ദി ഹാപ്പിനെസ് മെഷീൻ. അങ്ങനെ ലിയോ ഹാപ്പിനെസ് മെഷീൻ്റെ അകത്ത് പോവുകയും ഹാപ്പിനെസ് മെഷീൻ കത്തുകയൊക്കെ ഒരുമിച്ചാണ് ഉള്ളത്. അങ്ങനെ എല്ലാവരും തീ അണയ്ക്കാൻ വരുന്നു, എല്ലാവരും ഈ സംഭവം കാണാൻ വരുന്നു. ആ സമയത്ത് ഗ്രാൻഡ് ഫാദർ ലിയോനോട് ദി റിയൽ ഹാപ്പിനെസ് മെഷീൻ്റെ കാര്യം പറയുന്നുണ്ട്. എഗെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ്, കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയുന്ന ദ റിയൽ ഹാപ്പിനെസ് മെഷീൻ എന്താണ്? ഗ്രാൻഡ് ഫാദർ പറയുന്ന യെസ് സുനിൽ ശോഭ, വെരി ഗുഡ്. അത് തോന്നിവാസല്ല മിസ്, ഒരു സയൻറ്റിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്ക്. ശരിയാണ്, പക്ഷെ ഒരു ഭാര്യയുടെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കിക്കേ. ആ വീട്ടിൽ 5-6 പിള്ളേരുണ്ട്, ഒരു വയസ്സായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇവരൊക്കെ ഈ സ്ത്രീ ഒറ്റയ്ക്കല്ലേ നോക്കുന്നത്. അങ്ങനത്തെ ആൾക്കാർ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ലിയോക്ക് എന്ത് ചെയ്യാം? ലിയോക്ക് സയന്റിഫിക് ഡിസ്കവറി മാത്രം വെച്ച് നടക്കാം. ഇതിപ്പോൾ ലെനയ്ക്ക് ഒന്നും ചെയ്യാനില്ല. ലെനേൻ്റെ ലൈഫിൽ ഒരു ഹാപ്പിനെസ്സും ഇല്ല. ലെന ഫുൾ ടൈം വീട്ടിൽ എല്ലാ പണിയെടുത്ത് എല്ലാവരും നോക്കി എല്ലാവരുടെയും ചീത്ത കേട്ട് അങ്ങനെ ജീവിക്കുമ്പോൾ ലെനേൻ്റെ പെർസ്പെക്റ്റീവും കൂടെ ആലോചിക്കണ്ടേ? ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ തല്ലാവുമല്ലോ. ഓക്കെ, അപ്പോൾ എനിവേ അവിടെ ഗ്രാൻഡ് ഫാദർ പറയുന്ന എവിടെ എൻ്റെ സുനിൽ ശോഭ എവിടെ? സുനിൽ ശോഭ, ദീപു എവിടെയാണ്? ഏകൻ പ്രാന്തൻ, ലിയോ ഓഫ്മാൻ ഹാൻസം മാൻ. ഏകൻ പ്രാന്തൻ ക്വസ്റ്റ്യൻ എന്താ? ലെനയുടെ കഷ്ടകാലം. അങ്ങനെ പറ. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഗ്രാൻഡ് ഫാദർ പറയുന്നത് റിയൽ ഹാപ്പിനെസ് മെഷീൻ എന്താണ് റിയൽ ഹാപ്പിനെസ് മെഷീൻ? ഇതിനെന്തിന് ഇത്ര ടൈം എടുക്കണത്? The real happiness, one's own home feelings. Yes, സുനിൽ ശോഭ, എന്താണ്? വെൽ നിറ്റ് ഫാമിലി അല്ലേ? ഒരു വെൽ നിറ്റ് ഫാമിലി അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഹോം. പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്ഷൻസ് ഉള്ള ഒരു ഹോമാണ് എന്ത്? ഒരു പെർഫെക്റ്റ് ഹാപ്പിനെസ് മെഷീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലർക്കൊക്കെ, എല്ലാവരുടെയും കാര്യം ഞാൻ പറയില്ല, ഇപ്പോൾ എൻ്റെ ഒക്കെ കേസിൽ എനിക്ക് ചെറുതായിട്ട് വിഷമം വന്നാൽ ഞാൻ അപ്പോൾ വീട്ടിലേക്ക് ഓടും. എനിക്ക് അമ്മേനെയും അച്ഛനെയും ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അങ്ങനെ ചില ഫാമിലീസിലെ നമുക്ക് അവിടെ പോയാലേ നമ്മളതിൻ്റെ കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഫാമിലീസാണ് എന്ത്? ദ പെർഫെക്റ്റ് ഹാപ്പിനെസ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, റിയൽ ഹാപ്പിനെസ് അവിടെ നിന്നാണ്. ലെന മേ ബി അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും. അറേഞ്ച്ഡ് മാരേജ് എന്നല്ല പാർവണ, നമുക്കില്ലേ പേഴ്സണലി സംസാരിക്കാം.
ഇതിപ്പോൾ ഇവിടെ നിന്നാലേ ഈ പരിപാടി നടക്കൂല. ഓൺ കില്ലിങ് എ ട്രീ ആണ് നമ്മളിതാ ലാസ്റ്റ് എക്സാമിന് പഠിച്ച പോർഷനാണ്. ഓൺ കില്ലിങ് എ ട്രീ. ടീച്ചർ ലൈക്ക് ബേബീസ്. ടീച്ചർ ബേബീസിൻ്റെ സ്വഭാവമാണ് എടുക്കുന്നതെന്നാണോ നീ പറയണേ? ഓക്കെ, എനിവേ ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് എക്സാമിന് പഠിച്ചിട്ടുള്ള പോർഷൻ ആണ് അല്ലേ. ഓൺ കില്ലിങ് എ ട്രീ എഴുതിയതാരാ? പെട്ടെന്ന് ആൻസർ വരട്ടെ. ഇത് ലാസ്റ്റ് എക്സാമിന് നമ്മൾ മാരത്തോണിനൊക്കെ കുത്തിയിരുന്ന് പഠിച്ച സംഭവമാണ്. ഓൺ കില്ലിങ് എ ട്രീ ആരാണ് എഴുതിയത്? ഓൺ കില്ലിങ് എ ട്രീ ആരാണ് എഴുതിയത്? ആരുടെ വർക്കാണ് ഓൺ കില്ലിങ് എ ട്രീ? ആരാണ്? യെസ്, ക്വീൻ. വെരി ഗുഡ്. എന്താണ് ക്വീൻ? 2 എണ്ണമൊക്കെ ഉള്ള ക്വീൻ ആണ്. ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്നത് ഗീഫ് പട്ടേലിൻ്റെ വർക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് മൊത്തത്തിലൊരു സർക്കാസ്റ്റിക് ടോൺ ഉള്ള വർക്കാണ് കേട്ടോ. ഇതിൻ്റെ ടോൺ എന്ന് പറയുന്നത് എന്താണ്? സർക്കാസ്റ്റിക് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്രീസിയേഷൻ ആവശ്യം വരും. അപ്പോൾ ടോൺ എന്താണ്? സർക്കാസ്റ്റിക് ടോൺ ആണ്. ഓക്കെ. It takes much time to kill a tree. ഒരു ട്രീയെ കൊല്ലാൻ ഒരുപാട് സമയം എടുക്കും. It takes much time to kill a tree. ഏതാണ് പോയറ്റിക് ഡിവൈസ്? It takes much time to kill a tree. ഏത് പോയറ്റിക് ഡിവൈസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? സർക്കാസ്റ്റിക്. OMG. യെസ്, സർക്കാസ് ആണോ ഇവിടുത്തെ പോയറ്റിക് ഡിവൈസ്? അല്ല, എനിക്ക് ഇപ്പോൾ മെസ്സേജ് വരുന്നത് സ്ലോ ആയിട്ടാണോ നിങ്ങൾ ഉത്തരം പറയാഞ്ഞിട്ടാണോ? കാരണം ഐ ഹാവ് ഹൈ എക്സ്പെക്റ്റേഷൻസ്. ഓക്കെ, എന്താണ് സർക്കാസം കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഐറോണിക് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ പറയാണ്, എന്തപ്പം ഞാൻ അതിനൊരു ഉത്തരം പറഞ്ഞുതരാം. അപ്രിസിയേഷൻ ഫുൾ മിസ് പറഞ്ഞ പോലെ തള്ളി എഴുതി മാർക്ക് കിട്ടി. പിന്നല്ല, ഞാൻ തള്ളാനാണോ പറഞ്ഞത്? പറവണ. ഓക്കെ, അപ്പോൾ സർക്കാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ലേറ്റായിട്ട് ഓഫീസിൽ വരികയെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓഫീസിൽ വരാൻ ലേറ്റ് ആവുന്ന സമയത്ത് എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് പറയും, ഓ ശ്രീലക്ഷ്മി ഇന്ന് നേരത്തെ എത്തിയല്ലോ. അപ്പോൾ അവർ ആക്ച്വലി ഉദ്ദേശിച്ചത് ശ്രീലക്ഷ്മി നേരത്തെ എത്തിയെന്നാണോ? അല്ലല്ലോ, അവർ എനിക്കിട്ട് കുത്തിയതല്ലേ. ആ ഒരു സംഭവമാണ് നമ്മളിവിടെ സർക്കാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പേഴ്സോണിഫിക്കേഷൻ. സുനിൽ ശോഭ എന്താ? എന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണോ? യെസ്. ഏഗൻ ഭ്രാന്തൻ എന്താണ്? അലിട്രേഷൻ ആണ്. ഇറ്റ് ടേക്സ് മച്ച് ടൈം ടു കിൽ എ ട്രീ. എനിക്ക് AC-യിൽ നിന്നിട്ട് ഇപ്പോൾ എഴുതാനാവുന്നില്ല. നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് നൈഫ് വിൽ ഡു ഇറ്റ്. അല്ലെ, ഒറ്റക്കുത്തിനൊന്നും എന്താവില്ല, ഈ മരം മരിക്കില്ല. ഒറ്റക്കുത്തിന് മരത്തിനെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ ഓർത്ത് വെക്കേണ്ട വേറൊരു സംഭവം എന്താണെന്നറിയോ? ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ലൈൻ ഇവിടെ കവിഞ്ഞതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തായിരിക്കും? നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് നൈഫ് വിൽ ഡു ഇറ്റ്. നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് നൈഫ് വിൽ ഡു ഇറ്റ്. എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? എന്താണ് അതിന് പറയാ? ആർക്കും ഓർമ്മ ഉള്ളത്? സൈബർ. ഹായ്. എന്തിനാ സൈബർ? മിസ് എല്ലാ ദിവസവും ലേറ്റ് ആണല്ലോ. അശ്യോ, പേഴ്സോണിഫിക്കേഷൻ അവിടെ അല്ലല്ലോ വരുന്നത്. ഒരു മരത്തിനെ കൊല്ലാൻ കുറേ സമയം എടുക്കും എന്ന് പറയുന്നതിന് പേഴ്സോണിഫിക്കേഷൻ മരത്തിനെ കൊന്നു എന്നുള്ള ലെവലേ ഉള്ളൂ. അത് അത്ര വിസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സോണിഫിക്കേഷൻ ഉണ്ടോ അവിടെ? കിൽ എ ട്രീ. ഇത് നിങ്ങൾക്ക് എങ്ങനെ പറയാമെന്നറിയോ? ഇത് ആ ലൈനിൽ എന്നായിട്ട് നിങ്ങൾക്ക് പറയാനാവില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എങ്ങനെ പറയേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് പേഴ്സോണിഫിക്കേഷൻ. എഴുതാനാവുന്നില്ലടോ. ത്രൂ ഔട്ട് പേഴ്സോണിഫിക്കേഷനും എക്സ്റ്റെൻഡഡ് മെറ്റഫറും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാം. അതായത് മരത്തിനെ ഒരു മനുഷ്യനായിട്ട് കണ്ടല്ലോ, ഈ ഫുൾ കവിത ഒരു മരത്തിനെ മനുഷ്യനായിട്ട് കണ്ടതുകൊണ്ട് അവിടെ പേഴ്സോണിഫിക്കേഷൻ ഉണ്ടെന്ന് പറയാം. എന്നല്ലാണ്ട് ആ ലൈനിൽ പെർട്ടിക്കുലർ ആയിട്ട് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റൂലല്ലോ. ഓക്കെ, ഇറ്റ് നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് നൈഫ്. അത്ര തണുപ്പില്ല. നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് നൈഫ് വിൽ ഡു ഇറ്റ്. ഇവിടെ നമ്മൾ ഓവർഫ്ലോ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ഓവർഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ എൻജാബ്മെന്റ് ആണ് വരുന്നത്. എൻജാബ്മെന്റ് ആണ് വരുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ഗ്രോൺ സ്ലോലി കൺസ്യൂമിങ് ദി എർത്ത്. അപ്പോൾ ദാ ഇവിടെ it has grown slowly consuming the earth, rising out of it, feeding upon its crust, absorbing years of sunlight and water, and out of its leprous height. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇറ്റ് ഹാസ് ഗ്രോൺ സ്ലോലി കൺസ്യൂമിങ് ദി എർത്ത്. നമുക്ക് എങ്ങനെ പറയാം? പേഴ്സോണിഫിക്കേഷൻ ആണെന്ന് പറയാം. ഇത് എഴുതാനാവുന്നില്ല. പേഴ്സോണിഫിക്കേഷൻ ആണെന്ന് പറയാം. അതായത്
ഈ ഒരു മരം ഇതിനെ കൺസ്യൂം ചെയ്തുകൊണ്ടാണ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ, അങ്ങനെ നമുക്കതിനെ എന്ത് പറയാം, പെർസോണിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ഞാൻ പോവാണ്, എനിക്ക് എൻ്റെ ഓളെ കാണിക്കണം പ്ലീസ്. ഇതെന്ത് നിങ്ങൾ ഏകൻ പ്രാന്തൻ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. നമ്മൾ ബി എഡിന് എല്ലാ ടീച്ചേഴ്സിൻ്റെയും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ബി എഡോ TTCൻ്റെയോ കോഴ്സ് ചെയ്യുമല്ലോ. നിങ്ങളെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ബി എഡിൻ്റെ കോഴ്സ് ചെയ്യണം. അപ്പോൾ ഈ ടീച്ചേഴ്സ് ഈ ബി എഡിൻ്റെ കോഴ്സ് ചെയ്തിട്ടാണ് വരുന്നത്. അവർ ആവശ്യത്തിൽ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ്. അവരവിടെ വന്ന് നിങ്ങളെ പഠിപ്പിച്ച് റെഡിയാക്കാൻ നോക്കുകയല്ലേ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററേച്ചറിൽ നമുക്കൊരു സംഭവം ഇത് ഇങ്ങനെ തന്നെ ആണ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഇതിങ്ങനെ അല്ല എന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി നിങ്ങൾ ലിറ്ററേച്ചർ പഠിച്ചു തുടങ്ങും, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ലിറ്ററേച്ചർ പഠിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു സബ്ജക്റ്റ് ഇല്ല. അവർ പറയും ഇതിങ്ങനെയാണ്, അപ്പോൾ നമ്മൾ പറയും ഓ അങ്ങനെയാണോ, അപ്പോൾ അവർ പറയും ഇതിങ്ങനെയല്ല. അപ്പോൾ അതൊരു കൺഫ്യൂസിങ് ടോപ്പിക്കാണ്. നിങ്ങളിപ്പോൾ ഒരു കവിത, ഇതിപ്പോൾ ഞാൻ പറയുകയാണ് ഈ കവിത ഒരു മരത്തിനെ വളർത്തുന്നതിനെ പറ്റിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. അതാണ് ഇതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. അപ്പോൾ പോട്ടെ. അപ്പോൾ ആരെയും കുറ്റം പറയണ്ട. ഓക്കെ, എടാ കോഴിത്തര അതായത് അങ്ങനെ പറയല്ലോ കേട്ടോ. ഈഗൻ ഭ്രാന്തൻ അവരും ടീച്ചേഴ്സ്, എല്ലാവരും ടീച്ചേഴ്സാണ്. അപ്പം ഞങ്ങളും ടീച്ചേഴ്സാണ്, അവരും ടീച്ചേഴ്സാണ്, നിങ്ങളുടെ ടീച്ചേഴ്സും ടീച്ചേഴ്സാണ്, നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാവരും ടീച്ചേഴ്സാണ്. ഓക്കെ, എനിവേ, അപ്പോൾ ഒരു മരം എന്ന് പറയുന്നത് വർഷങ്ങളോളം എടുത്ത് ഇവിടുത്തെ ന്യൂട്രിയൻസും വെള്ളവും സൺലൈറ്റും ഒക്കെ ഉപയോഗിച്ച് വളർന്നു വന്ന ഒരു സംഭവമാണ്. അപ്പം അതിനെ പെട്ടെന്ന് ഒരു നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊല്ലാൻ പറ്റില്ല. റൈസിങ് ഔട്ട് ഓഫ് ഇറ്റ്, ഫീഡിങ് അപ്പോൺ ഇറ്റ്സ് ക്രസ്റ്റ്, അബ്സോർബിങ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, വാട്ടർ, ഔട്ട് ഓഫ് ഇറ്റ്സ് ലെപ്രസ് ഹൈറ്റ് ആൻഡ് സ്പ്രൗട്ടിങ് ലീവ്സ്. അപ്പോൾ ഇതൊക്കെ മരത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എത്ര മാത്രം എഫേർട്ട് ഉണ്ട് ഒരു മരത്തിന് വളരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഔട്ട് ഓഫ് ഇറ്റ്സ് ലെപ്രസ് ഹൈറ്റ്, അതിൻ്റെ നമുക്ക് ഈ പാണ്ട് പോലത്തെ അസുഖം വരുമല്ലോ, ഇങ്ങനെ എന്താ അതിന് കുഷ്ഠം പോലത്തെ അസുഖം ഉണ്ടല്ലോ, അതിലിങ്ങനെ കളർ ഇങ്ങനെ വരും. പാണ്ടും കുഷ്ഠം വേറെ പറയാം, കുഷ്ഠമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതിലെങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പം മനുഷ്യൻ്റെ ബോഡിയിലാണെങ്കിൽ ഇങ്ങനെ കളർ ചേഞ്ച് ഇങ്ങനെ വരും. അതുപോലെ മരത്തിനും എന്ത് വരാറുണ്ട്, ഇങ്ങനെ കളർ ചേഞ്ച് പോലെ വരാറുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിനാണ് നമ്മുടെ പോയിട്ട് എന്ത് പറഞ്ഞത്, ലെപ്രസ് ഹൈഡ് എന്ന് പറഞ്ഞത്. അത് ആക്ച്വലി ഈ മരത്തിനെ അങ്ങനെ അസുഖം വന്ന ഒരാളുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്, അവിടെ മെറ്റഫറാണ്. ആൻഡ് ഔട്ട് ഓഫ് ഇറ്റ്സ് ലെപ്രസ് ഹൈഡ് സ്പ്രൗട്ടിങ് ലീവ്സ് അല്ലേ. അപ്പോൾ ഇറ്റ് ഹാസ് ഗ്രോൺ. അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി വളർന്ന അതിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് വരുന്നുണ്ട്, സ്പ്രൗട്ടിങ് ലീവ്സ്, അങ്ങനെ പുതിയ ജീവൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. എല്ലാ ടീച്ചേഴ്സിനും തെറ്റ് പറ്റും. ഓക്കെ, എല്ലാ ടീച്ചേഴ്സിനും, നമ്മളെല്ലാവരും ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് 9ാം ക്ലാസ്സിൽ പഠിച്ചാണ്, പക്ഷെ ചില ഉത്തരം നിങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റിപ്പോവില്ലേ, അങ്ങനെ എല്ലാ ടീച്ചേഴ്സിനും തെറ്റ് പറ്റും. ഇപ്പോൾ നമ്മുടെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അവർക്കും തെറ്റ് പറ്റും. തെറ്റൊക്കെ പറ്റിപ്പോകുന്ന വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു തെറ്റ് പറ്റിയാലും നമ്മൾ പറയാം എനിക്ക് തോന്നുന്നു മേ ബി എൻ്റെ ഭാഗത്ത് തെറ്റായിരിക്കും, സോറി, അതോടെ നമ്മൾ ഓക്കെ ആയി, എന്നിട്ട് നമ്മൾ പഠിക്കുക, അത്രേ ഉള്ളൂ. അതെല്ലാവർക്കും പറ്റും, ചിലരത് ആക്സെപ്റ്റ് ചെയ്യില്ല, ആ ഒരു പ്രശ്നമുള്ളൂ. ഓക്കെ, അപ്പോൾ ആരെയും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യം, എല്ലാ മനുഷ്യനല്ലേ പിള്ളേ. ഓക്കെ, നമ്മൾ വഴി തെറ്റി പോകുന്നു, ഇവിടെ ശ്രദ്ധിക്കൂ. സോ ഹാക്ക് ആൻഡ് ചോപ്പ് ബട്ട് ദിസ് അലോൺ വോണ്ട് ഡു ഇറ്റ്, നോട്ട് സോ മച്ച് പെയിൻ വിൽ ഡു ഇറ്റ്, ദ ബ്ലീഡിങ് ബാക്ക് വിൽ ഹീൽ അല്ലേ. അപ്പോൾ അതിനെ ഹാക്ക് ചെയ്യുക, ചോപ്പ് ചെയ്യുക, അതിനെ എങ്ങനെ വെട്ടി നശിപ്പിച്ചാലും അതുകൊണ്ട് അത് മരിക്കാൻ പോകുന്നില്ല. നോട്ട് സോ മച്ച് പെയിൻ വിൽ ഡു ഇറ്റ്, ഇത്രമാത്രം അത് വേദനിച്ചാലും ആ വേദനയ്ക്ക് ഈ മരത്തിനെ കൊല്ലാൻ കഴിയില്ല. ദ ബ്ലീഡിങ് ബാക്ക് വിൽ ഹീൽ അല്ലേ. ആ ബ്ലീഡിങ് ബാക്ക്, അതായത് മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങാറുണ്ടല്ലോ നമ്മൾ മരം ഇങ്ങനെ വെട്ടുമ്പോൾ, ആ സംഭവം കൊണ്ട് എന്തുമായിട്ട് കമ്പയർ ചെയ്ത് ഈ ത്രൂ ഔട്ടിൽ നമ്മുടെ സുനിൽ ശോഭ ഇതിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, പെർസോണിഫിക്കേഷൻ എന്നുള്ളത്, അത് ഈ കവിതയിൽ ത്രൂ ഔട്ട് ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക, ത്രൂ ഔട്ട്, എഴുതാനാവുന്നില്ല, ത്രൂ ഔട്ട് ദ ട്രീ ഇസ് കമ്പയർഡ് ടു എ മാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ലൈനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പെർസോണിഫിക്കേഷൻ ഉണ്ടെന്ന് പറയാം. കമ്പയർഡ് ടു എ മാൻ, അതൊരു പരിധി വരെ പെർസോണിഫിക്കേഷനും ആണ്. നമുക്കിതിനെ വേണമെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് മെറ്റഫർ എന്നും പറയാം. കാരണം പെർസോണിഫിക്കേഷൻ ഒരു പരിധി വരെ മെറ്റഫറാണ്. ഓക്കെ, ഞങ്ങളുടെ സ്കൂൾ മെയിൻ ടീച്ചേഴ്സിന് തെറ്റിയാൽ പറയും ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതാണ്. പിന്നല്ലേ, നമ്മൾ ഒരുപാട് കാലമായിട്ട് ഒരു സബ്ജക്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തെറ്റിക്കഴിഞ്ഞ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറയില്ല അയ്യേ ഇവർക്ക് ഇത്രയേ ഉള്ളൂ എന്ന്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറയുന്നത്. നമ്മൾ ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ ക്ഷമിച്ച പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി.
So hack and chop, but this alone won't do it. Not so much pain will do it. The bleeding bark will heal. അല്ലെ അങ്ങനെ ബ്ലീഡ് ചെയ്യുന്ന ആ ബാക്ക് ആണെങ്കിലും അത് പതിയെ റെഡി ആയി വരും. And from close to the ground will rise curled green twigs, miniature boughs, which if unchecked will expand again to its former size. ഇപ്പോൾ പറയണ ചുമ്മാ ഇനി ഇതിനെ വെട്ടി കൊന്നു കളഞ്ഞാലും വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മുടെ മരം, ഞാൻ ഇതിനെ വെട്ടി എന്ന് വിചാരിക്കുക, വെട്ടാൻ പാടില്ല, ഞാൻ ഇതിനെ വെട്ടി, അപ്പോഴും എന്ത് വരും, ഇതിന്ന് പുതിയ ചെടി അല്ല പുതിയ ഇലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വെറുതെ വെട്ടി എന്ന് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു മരത്തിനെ കൊല്ലാൻ പറ്റില്ല. Will rise curl green twigs, miniature boughs, which if unchecked will expand again to form a size. പണ്ടത്തെ സൈസിലേക്ക് അത് പതിയെ വളർന്നു വരും. Hack and chop alone won't do it. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൽ നിങ്ങൾക്ക് റൈമിംഗ് വേർഡ്സ് കിട്ടുന്നുണ്ടോ? റൈമിംഗ് വേർഡ്സ് കിട്ടുന്നില്ലല്ലോ, ഇതൊരു ഫ്രീ വേർഡ്സ് ആണ്, അത് ഓർത്ത് വെക്കുക. മിസ്സിൻ്റെ ഡ്രോയിങ് പൊളി. പിന്നെ അല്ല മിസ് ഒരു സംഭവമാണ് മിസ്. എനിക്ക് അത് കാണിച്ചു തരാൻ പറ്റാഞ്ഞിട്ട് ഞാനൊരു സംഭവമാണെന്നുള്ളത്. ഈശ്വര. ഓക്കെ, ഷിബിൾ നീ ഡോങ്കി. വിച്ചു എന്താണിത്, ഇതെന്താ സംഭവം എന്ന് പറയും. ഞാൻ പറഞ്ഞില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുകയാണെന്ന്. അപ്പം ഞാനിപ്പം നല്ല കോലത്തിലാണ് നിൽക്കണത്. ഞാനിപ്പോൾ ഈ ടീഷർട്ടിൻ്റെ താഴെ ചുരിദാറിൻ്റെ പാൻസൊക്കെ ഇട്ട് ഒരു മഞ്ഞ പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഈ ലൈവ് ഞാൻ തീർക്കാൻ ലേറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും കയറി വന്ന് എന്നെ അപമാനിച്ച് കൊല്ലും. അപ്പം നിങ്ങൾ വെറുതെ തമാശ പറഞ്ഞ് എന്നെ സമയം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ will rise curl green twigs, miniature boughs if left unchecked will expand again. അതിൽ നിങ്ങൾ നോക്കുക, ഈ ബ്ലീഡിങ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബ്ലീഡിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ബ ബ സൗണ്ടിന്റെ റെപ്പറ്റീഷൻ ഉണ്ട്. ആ ബ ബ സൗണ്ടിന്റെ റെപ്പറ്റീഷൻ എന്താ പറയാ? മിസ് കഴിഞ്ഞ ജന്മത്തിൽ പിക്കാസോ ആയിരുന്നോ? ഞാൻ പിക്കാസോ ഒക്കെ എന്ത്, എൻ്റെ കഴിവ് എനിക്കിവിടെ എടുക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാഞ്ഞിട്ടാ. നമ്മൾ ലൈവിൻ്റെ ഇടയിലാവില്ല. ഞാൻ ഒരു കാര്യം, ഞാൻ ലൈവായിട്ട് വരയ്ക്കുന്ന വീഡിയോസ് ഇനി കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദ ബ്ലീഡിങ് ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? അലിട്രേഷൻ ആണ്. പിന്നെ നമുക്ക് എന്തോടെ മിസ് കഴിഞ്ഞ ജന്മത്തിൽ മിസ് മാരേജ്, ആരുടെ മാരേജാടാ? 10th ട്രെയിനിങ് ടീച്ചേഴ്സ് ഉണ്ടാവില്ലല്ലോ. അലിട്രേഷൻ ആണ്. വെരി ഗുഡ് ഏഗൻ ഭ്രാന്തൻ. ആൻഡ് പിന്നെ അത് എന്തും കൂടിയാണ്, മെറ്റഫർ കൂടിയാണ് അല്ലേ. ഇതിനെ ഒരു മനുഷ്യൻ്റെ ഇതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഒരു എക്സ്റ്റെൻഡഡ് പെർസോണിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ആൻസർ നിങ്ങൾ കൊടുത്താലും അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. അവർക്ക് നിങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ബ്ലീഡിങ് ബാക്ക് നിങ്ങൾ പറഞ്ഞു പെർസോണിഫിക്കേഷൻ ആണ്, അവർ പറഞ്ഞു എങ്ങനെ പെർസോണിഫിക്കേഷൻ ആണ്? അപ്പോൾ നിങ്ങൾ പറഞ്ഞു മനുഷ്യൻ്റെ കൈ മുറിയുന്ന പോലെ തന്നെയല്ലേ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓ ശരിയാണല്ലോ, അപ്പോൾ പെർസോണിഫിക്കേഷൻ ആണ്. മനുഷ്യനുമായിട്ട് ഇവിടെ ഇൻഡയറക്റ്റ് കമ്പാരിസൺ അല്ലേ, അപ്പോൾ മെറ്റഫർ അല്ലേ? ഓ ശരിയാണല്ലോ, മെറ്റഫർ ആണ്. ബ്ലീഡിങ് ബാക്ക് എന്ന് പറയുന്നത് അലിട്രേഷൻ അല്ലേ? ഓ ശരിയാണല്ലോ, അലിട്രേഷൻ ആണ്. ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത stanza, no, the root is to be pulled out of the anchoring earth. അല്ലെ, ഇങ്ങനൊന്നും കൊല്ലാ പോരാ, മരത്തിനെ വേരോടെ പിഴുത് കളയണം. The root is to be pulled out of the anchoring earth. It is to be roped and tied and pulled out, snapped out, pulled out entirely out from the earth cave and strength of the tree exposed. അല്ലെ, അപ്പൊ മരത്തിനെ മൊത്തത്തിൽ ഇങ്ങനെ പിഴുതെടുത്ത് കളയണം. ഈ പിഴുതെടുത്ത് കളയുമ്പോൾ എങ്ങനെ ആയിരിക്കണം? അതിൻ്റെ റൂട്ടൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കണം. ഇപ്പം ഇതിൽ കാണുന്നില്ല, ഇതിൻ്റെ റൂട്ട് എങ്ങനെ നിൽക്കണം എന്നറിയോ? ഞാൻ തന്നെ വരച്ച് തകർക്കും. ഇതിൻ്റെ റൂട്ട് ഇങ്ങനെ കിടക്കണം. ആഹാ, എന്താ റൂട്ട്? ഇങ്ങനെ റൂട്ട് നിങ്ങൾക്ക് കാണാൻ കിട്ടാറുണ്ടോ? ഇതൊക്കെ റൂട്ടാണ്. അപ്പോൾ ഈ റൂട്ട് ഇങ്ങനെ കിടക്കണം, മനസ്സിലായോ? അതിൻ്റെ സ്ട്രെങ്ത് എക്സ്പോസ്ഡ് ആവണം. അതായത് അതിൻ്റെ ഫുൾ കരുത്ത് ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും വന്ന് ആക്രമിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാവണം. അപ്പോൾ ഇറ്റ് ഹാസ് ടു ബി പുൾഡ് ഔട്ട്. എഗെയിൻ നിങ്ങൾ നോക്കുക, പുൾഡ് ഔട്ട്, പുൾഡ് ഔട്ട്, പുൾഡ് ഔട്ട് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ പറയും റെപ്പറ്റിഷൻ എന്ന്. ഇനി ആരും റിപ്പീറ്റേഷൻ എന്ന് എഴുതരുത്, അങ്ങനെ ഒരു വാക്കില്ല, റെപ്പറ്റിഷൻ ആണ്. ഓക്കെ, ലൈക്ക് ബാക്ടീരിയോ മിസ് യൂസ്ഡ് സ്ലൈഡ്. എടാ പാർവണ, യൂസ്ഡ് സ്ലൈഡ്സ് ആണല്ലോ നിങ്ങൾക്ക് മറ്റേ ഇതിന് കിട്ടുന്ന കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? നിങ്ങളൊന്നും അതൊന്ന് കൺഫേം ചെയ്യണം. ഞാൻ ഇന്ന് അത് കൺഫേം ചെയ്തിട്ട് അയച്ചു തരാം. മിസ് യൂസ്ഡ് സ്ലൈഡ്സ് അയച്ചു തരുമോ? എടാ പാർവണ, നീ ഇങ്ങനെ പ്ലീസ് ഒന്നും പറയല്ലേ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിവിടെ യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, റെപ്പറ്റീഷൻ ആണ്, റിപ്പീറ്റേഷൻ എന്ന് പറയരുത് കേട്ടോ. ഭയങ്കര ഓക്വേർഡാണ് റിപ്പീറ്റേഷൻ എന്ന് പറയരുത്. എനിക്കിങ്ങനെ ചൊറിയും അത് കേൾക്കുമ്പോൾ. ഓക്കെ, the sauce white and wet. ഈ സോസ് എന്ന് പറയുന്നത് എന്താ? സോസ് അല്ല, അത് സോസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ആ മറ്റേ സ്ട്രെങ്ത് എക്സ്പോസ് ചെയ്തിട്ടില്ലേ, ആ സ്ട്രെങ്ത്, ആ ഒരു സോഴ്സ് ഓഫ് സ്ട്രെങ്ത്. വൈറ്റ് ആൻഡ് വെറ്റ്, വൈറ്റ് ആൻഡ് വെറ്റ്,
white and wet. The most sensitive hidden inside the ears. അതിൻ്റെ ആ ഒരു കരുത്തെല്ലാം ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കരുത്ത് ഒക്കെ എക്സ്പോസ്ഡ് ആവുകയാണ്. Then the matter of scorching and choking in sun and air, browning, hardening, twisting, withering, and then it is done. അതായത് വേരോടെ പിഴുതെടുത്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചാവെന്ന് പറയുക, ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് കിടന്ന് പെടയുന്നത് പോലെ എന്തുണ്ടാവും, നമ്മുടെ ഈ ഒരു മരം അവിടെ കിടന്ന് പെടഞ്ഞ് വെയിലത്ത് ഉണങ്ങി കരിഞ്ഞ് ബുദ്ധിമുട്ടി അവിടെ കിടന്ന് മരിച്ചോളും. അതാണ് ആൻഡ് ദെൻ ഇറ്റ് ഇസ് ഡൺ. അപ്പൊ നിങ്ങൾ നോക്കൂ, ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മുടെ പോയിട്ട് എന്ത് പറയുന്നില്ല, ഇങ്ങനെ ഒരു മരത്തെ കൊല്ലരുത് എന്ന് പറയുന്നില്ല. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു മരത്തെ കൊല്ലരുത്. യെസ് സേകൻ പ്രാന്തൻ, വെരി ഗുഡ്. ഇങ്ങനെ ഒരു മരത്തെ കൊല്ലരുത് എന്ന് പറയുന്നില്ല. പകരം ത്രൂ ഔട്ട് എന്താ പറയണത്, എങ്ങനെ കൊല്ലണം. അപ്പോൾ ഈ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സോണിഫിക്കേഷൻ അതേപോലെ മെറ്റഫർ കാണാൻ പറ്റുമ്പോൾ കവി എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു മരത്തെ കൊല്ലുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലുന്ന പോലെയാണ് മരത്തെ കൊല്ലുന്നത് തെറ്റാണ് എന്നാണ്. ഇന്നിപ്പോൾ ഞാൻ യദു സാറിൻ്റെ വാച്ച് കടം വാങ്ങിയിട്ടുകൊണ്ട് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ പൊക്കാനുള്ളൊരു ത്രാണി കുറച്ച് കൂടുതലാണ്. എനിവേ, അപ്പം മരത്തെ കൊല്ലരുത് എന്ന് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. പകരം അദ്ദേഹം എന്താണ്, ഒരു മനുഷ്യനെ കൊല്ലുന്നത് പോലെയാണ് നിങ്ങളൊരു മരത്തെ കൊല്ലുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഈ ത്രൂ ഔട്ട് പേഴ്സോണിഫിക്കേഷനെ പറ്റി നിങ്ങൾ അപ്രിസിയേഷനിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം, ദിസ് പേഴ്സോണിഫിക്കേഷൻ ഇസ് യൂസ്ഡ് ടു മേക്ക് റീഡർ അവെയർ. ഞാൻ തന്നെ എഴുതി വയ്ക്കാം, മേക്ക് റീഡർ അവെയർ that killing a tree is just like killing a human being. എനിക്ക് കൈ വരച്ചിട്ട് എഴുതാൻ പറ്റുന്നില്ല, നിങ്ങൾ തന്നെ എഴുതാ. On killing a tree is just like killing a human being. That's why the poet is using the extended metaphor or personification. Okay, moving on. Yes, oh Parvana, very good. അതിൻ്റെ അർത്ഥം സൈബറെ, നീ എല്ലാ ഇംഗ്ലീഷ് ടീച്ചർമാരെയും വായി നോക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ പോം സെറ്റൈറിക്കൽ പോമാണ്, സർക്കാസമാണ് ഇതിൻ്റെ ടോണ്, അത് എഴുതി വെക്കുക. ഫ്രീ വേഴ്സ് ആണ്. പേഴ്സോണിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡഡ് മെറ്റഫറിന് കൂടെ കൊടുക്കാം. തീം, ട്രീസ് ആർ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ സമ്മറിയാണ്, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സമ്മറി നോക്കുക. ഓക്കെ, ഇനി നമുക്ക് 2 ഈസി ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇതിന് മുൻപ് പഠിച്ചിട്ടുള്ള നമ്മൾ ഇതിനു മുൻപ് കാര്യമായിട്ട് പഠിച്ചിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്. ഒന്നാണ് ദ ലാസ്റ്റ് ലീഫ്. ഓക്കെ, ദ ലാസ്റ്റ് ലീഫ് എന്ന് കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ ഒന്ന് പെട്ടെന്നിട്ടെ. ടീച്ചർ എൻ്റെ മനസ്സ് നന്നായിട്ട് അറിയാം. ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്നത് വളരെ 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 രസമുള്ളൊരു ചാപ്റ്ററാണ്. നമ്മുടെ ഒ ഹെൻറിയുടെ വർക്കാണ്. വില്യം സിഡ്നി പോർട്ടർ ഓർ ഒ ഹെൻറി എന്ന് പറയുന്ന അദ്ദേഹം ദി ഹെൻറി ട്വിസ്റ്റിന് അറിയപ്പെടുന്ന ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് അടിപൊളി സ്റ്റോറി ഉണ്ട് കേട്ടോ, 1 ട്വിസ്റ്റുള്ള സ്റ്റോറീസാണ്. എനിവേ, അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് എഗെയിൻ ഓർത്ത് വയ്ക്കുക, ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീൻവിച്ച് എന്നുള്ള വില്ലേജിലാണ്. ആ വില്ലേജിൽ ഒരു സ്ട്രേഞ്ചർ അലഞ്ഞു നടന്നിരുന്നു. ആരാണ് ആ സ്ട്രേഞ്ചർ? Oh, Henry Twist, yes. The personification is used to make the reader aware by killing the poor innocent tree, just like human being. The aware. എടാ ആ പാർവണ, ബൈ കില്ലിംഗ് ദ poor innocent treeക്ക് പകരം ആ ബൈ വെട്ടാം. Killing the poor innocent tree is just like killing a human being. Okay, ആ ബൈ വെട്ടിക്കോട്ടോ. ഓ ഹെൻറി, യെസ് സുനിൽ ശോഭ, വെരി ഗുഡ് വെരി ഗുഡ്. എന്താണ്? നിമോണിയാണ്. ക്യാരക്ടർ സ്കെച്ചിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത ലൈവിൽ എല്ലാ ചാപ്റ്ററിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് ഞാൻ ലൈവിനെക്കാട്ടിൽ നിങ്ങൾക്ക് അത് കോണ്ടന്റ് വീഡിയോയിൽ ഇട്ടുതരാം. ഇപ്പോൾ ഇത് നമ്മൾ അടുത്ത ലൈവിൽ നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോണ്ടന്റ് വീഡിയോയിൽ വരാം. നിങ്ങൾക്ക് ഈ ലൈവ് മുഴുവൻ കാണുന്ന ഒരു ചടപ്പില്ലാണ്ട് അത് മുഴുവൻ കാണാമല്ലോ. രണ്ടാമത് കാണുമ്പോൾ ലൈവിന് ഒരു വൈബ് കുറവല്ലേ. പേഴ്സോണിഫിക്കേഷൻ വീണ്ടും യെസ് സുനിൽ ശോഭ, ഈ ഒരു വർക്കിലും നിങ്ങൾക്ക് ത്രൂ ഔട്ട് കാണാൻ പറ്റുന്ന, ത്രൂ ഔട്ട് അല്ല ഒരു ഫസ്റ്റ് ഹാഫിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് നിമോണിയനെ ഒരു പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നിമോണിയ ഒരു സ്ട്രേഞ്ചറിനെ പോലെ നടന്ന് അവിടെ ഉള്ളവരെ തൊട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ തൊട്ടു കൊണ്ട് ഉദ്ദേശിച്ചത് അവിടെ ഉള്ളവർ ഇൻഫെക്റ്റഡ് ആവുന്നു, മരണം വരുന്നു, അവരെ കാത്തു നിൽക്കുന്നു, ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പം നിമോണിയ ഈസ് പേഴ്സോണിഫൈഡ്. ഓക്കെ, മിസ് മാരേജ് കഴിഞ്ഞോ? മിസ് മാരേജ് കഴിഞ്ഞിട്ടില്ല.
കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, കൺസിഡർ നിമോണിയ ആസ് എ ഹ്യൂമൻ ബീയിങ്. യെസ്, കാരണം നിമോണിയക്ക് നടന്നു തൊടാൻ പറ്റില്ലല്ലോ. ഏത്? ഓക്കെ, അപ്പോൾ ഗ്രീൻവിച്ച് വില്ലേജിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ എല്ലാവർക്കും ബൊഹീമിയൻ ലൈഫ് സ്റ്റൈൽ ആയിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും ഭയങ്കര ആർട്ടിസ്റ്റ് ആയിരുന്നു. മിസ്സിനെ പോലെ മിസ്സിന് പിന്നെ അത്ര ജാടയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് ലൈഫ് സ്റ്റൈൽ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സജഷനാണ് കേട്ടോ. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഈ വർഷത്തെ കഴിഞ്ഞു, അടുത്ത വർഷം കോഴിക്കോട് നമുക്ക് ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, 4 ദിവസം നമ്മുടെ കോഴിക്കോട് ബീച്ചിലാണ് അത് ഉണ്ടാവാറ്. അപ്പോൾ ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫെസ്റ്റാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഈ എഴുതുന്ന ആൾക്കാർ, വായിക്കുന്ന ആൾക്കാരൊക്കെ വന്ന ഒരു നല്ല അടിപൊളി പരിപാടിയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം ആ പരിപാടിക്ക് പോവാം കേട്ടോ, മിസ് ചെയ്യാതെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനത്തെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. വേറെ ഒരുപാട് പരിപാടീസ് ഉണ്ട്. ഞാൻ KLF-നാണ് സ്ഥിരമായിട്ട് പോകാറ്, അതുകൊണ്ട് പറഞ്ഞു. എനിവേ, അപ്പോൾ okay, അപ്പോൾ people loved the bohemian lifestyle of the place. It was surrounded by so many artists. Buildings were old and dirty but were still considered beautiful. Buildings ഒക്കെ പഴയതും ഡേർട്ടി ആയിരുന്നു, പക്ഷെ ഇപ്പോഴും അതൊരു ഭംഗിയായിരുന്നു. അവിടെയാണ് നമ്മുടെ സൂ ആൻഡ് ജോവന്ന, ഓക്കെ, സുസാൻ ആൻഡ് ജോവന്ന ഉണ്ടായിരുന്നത്. അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും ആർട്ടിസ്റ്റുകളായിരുന്നു. അവരൊരു റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്തതായിരുന്നു. ആൻഡ് ഇൻ നവംബർ ജോവാനയ്ക്ക് എന്ത് പറ്റാണ്? ഷീ ഗോട്ട് ഇൻഫെക്റ്റഡ് അല്ലേ? ജോവാനയ്ക്ക് നിമോണിയ വരാണ്. ജോവാനയ്ക്ക് എന്ത് വരാണ്? നിമോണിയ വരാണ്. ഡോക്ടേഴ്സ് അപ്പോൾ doctors called Sue and told her that Johnsy can only be saved if she wants to live. അപ്പോൾ എന്താ പറയുന്നത്? ജോൺസി രക്ഷപ്പെടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. സൂ എന്താ പറ്റുക? നിങ്ങൾ എന്ത് ചെയ്യണം? ജോൺസിക്ക് ആ ഒരു ഫീലിങ്സ് വരുത്തണം, ജോൺസിക്ക് ഇനിയും ജീവിക്കണം എന്നുള്ളത്. ഡോക്ടർ ബിലീവ് ദാറ്റ് ജോൺസി ഹാഡ് ഗിവൺ അപ്പ് ഓൺ ഹെർ ഹോപ്പ്. അപ്പോൾ ജോൺസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോൺസി ഇപ്പം നമ്മളിൽ കുറച്ച് ആൾക്കാരെ പോലെയാണ്. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്കും അവിടെ കഴിഞ്ഞു. എനിക്ക് മിസ് ഈ പിക്ക് ഹൊററാണ്. അത് ഞാൻ മനഃപൂർവ്വം എനിക്ക് ആ പിക്ക് കിട്ടാഞ്ഞിട്ട് ഞാൻ AI ജനറേറ്റ് ചെയ്തെടുത്തതാണ്. ഒരു പേടി വേണ്ട, നമുക്ക് മരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടി വേണ്ട. നമുക്ക് ജീവിക്കാൻ ഭയങ്കര താല്പര്യമുള്ള, അപ്പോൾ നമ്മൾ മരണത്തിൽ നിന്ന് കുറച്ചൊക്കെ പേടിക്കാം. ഓക്കെ, എനിവേ, അപ്പോൾ സൂ പെട്ടെന്ന് തന്നെ ഹോപ്പ് വേണ്ടെന്ന് വെച്ചു അല്ലേ? ഇപ്പോൾ ഒരു എക്സാം തോറ്റുപോയി, അല്ലെങ്കിൽ ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയി, എനിക്കിനി ഒന്നും വേണ്ട, അങ്ങനത്തെ ഒരു തോട്ടുള്ള ആളാണ് സൂ അല്ല ജോവാന. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ചെറിയ തോട്ടിൽ ഓക്കെ എനിക്ക് നിമോണിയ വന്നു, ഇനി ഞാൻ രക്ഷപ്പെടില്ല, അങ്ങനത്തെ ഒരു തോട്ടായിപ്പോയി ജോൺസിക്ക്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫ് ഗോസ് ഓൺ അല്ലേ? ഇപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ വരുമ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയും, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, എനിക്കിപ്പോൾ നാളെ എക്സാം ആണെന്ന് വിചാരിക്കാം, എനിക്കണ്ട് ഒരു സമാധാനമില്ല. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ലൈവിന് കുറേ പ്രിപ്പയർ ചെയ്യണം, ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അമ്മ എന്നോട് പറയും, അമ്മ നാളെ ഒരു ഉച്ചയ്ക്ക് 2 മണിയാവുമ്പോൾ നീ എക്സാമൊക്കെ കഴിഞ്ഞ് ചില്ലായിട്ട് പലയിടത്തും കയറിയിരുന്ന് ബിരിയാണി കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം, നാളെ ഉച്ച വരെയുള്ള സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ സമയം കടന്നു പോകും അല്ലേ? ഇത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആയിരിക്കണം. പക്ഷെ നമ്മുടെ ജോൺസി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണ്ട പോട്ടെ, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അപ്പുറത്തുള്ള ഒരു ഐവി ലീഫില്ലേ, ഐവി എന്ന് പറയുന്നത് ഒരു ക്രീപ്പറാണ്. നമ്മുടെ ഇംഗ്ലീഷിലുള്ള ഒരുപാട് വർക്ക്സിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഐവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐവിയിലുള്ള ഒരു ലീഫ് എണ്ണാൻ തുടങ്ങി ജോൺസി. എന്നിട്ട് ജോൺസി പറയാണ്, ഇതിലെ ലാസ്റ്റ് ലീഫ് വീഴുമ്പോൾ ഞാൻ മരിക്കും. Okay, so saddened by the news goes to Johnsy. She lies tired in her room. Johnsy started counting backwards from 12 while looking out of the window. Sue looks out and finds an old ivy vine dead at root climbing the old building. അപ്പോൾ ഈ ഒരു ഐവി ചെടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ റൂട്ട് ചത്തുപോയിട്ടുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അതെന്തായാലും ഓരോ ഇലകളായിട്ട് കൊഴിഞ്ഞ് അത് ഇല്ലാണ്ടായിപ്പോവും. Okay, Johnsy tells Sue that she will die when the last leaf of the ivy vine falls. അപ്പോൾ നീ ഇതിലെ ഞാൻ ഇതിലെ ലാസ്റ്റ് ലീഫ് വീഴുന്ന അന്ന് മരിക്കും എന്ന് ജോൺസി പറയാണ്. സൂ നോക്കുമ്പോൾ ആകെ കുറച്ച് ലീവ്സേ ഉള്ളൂ. അങ്ങനെ ജോൺസി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബർമനെ കാണാൻ പോകും. ബർമൻ എന്ന് പറയുന്നത് ഒരു അണ്ടർ അച്ചീവറാണ്.
ഓക്കെ. ബർമൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർമന് ഒരുപാട് ടാലൻ്റ് ഉണ്ട്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള വർക്ക് വരയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഹി വാസ് എൻ ഓൾഡ് പെയിൻറ്റർ ഹു വാസ് എ ഫെയിലിയർ ഇൻ പെയിൻറ്റിങ് പാസ്റ്റ് 60 couldn't create his മാസ്റ്റർ പീസ്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാണ്ട് ഒരു ഫെയിലിയർ ആയിപ്പോയ മനുഷ്യനാണ്. അങ്ങനെ ഇവർ ബർമനെ പോയി കണ്ടിട്ട് ബർമൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ ഐവിയുടെ ഇലകൾ വരയ്ക്കാൻ തുടങ്ങും. ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളോട് ആരാണ് നിങ്ങൾക്ക് ഈ ലവർ സെറ്റായോ എന്നൊക്കെ ചോദിക്കണേ? ഇപ്പം പാവം നമ്മുടെ ആ സൈബറിനെ ആരൊക്കെ ഈ സൈബറിനെ ഇങ്ങനെ ഉപദ്രവിക്കണേ? ഓക്കെ. എനിവേ, അപ്പോൾ സൂ ടോൾഡ് ബർമൻ അബൌട്ട് ജോൺസി അല്ലേ. അപ്പോൾ സൂ ബർമനോട് ജോൺസിനെ പറ്റി പറയാം. അപ്പോൾ ബർമൻ ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ ബർമൻ എന്താ ഡിസൈഡ് ചെയ്യും? ഈ ലാസ്റ്റ് ലീഫ് വരയ്ക്കാം എന്ന് ഡിസൈഡ് ചെയ്യും. Johnsy realized that it was a sin to want to die and the little leaf was trying to teach her that. അപ്പോൾ ജോൺസി ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഇല കൊഴിയില്ല, രണ്ടാമത്തെ ദിവസം കൊഴിയില്ല, മൂന്നാമത്തെ ദിവസം കൊഴിയില്ല. അങ്ങനെ കൊഴിയാണ്ട് നിൽക്കുമ്പോൾ ജോൺസിക്ക് തന്നെ തോന്നും ഈ ഇലയ്ക്ക് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും ജീവിക്കാൻ വേണ്ടിയെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആലോചിച്ചുകൂടാ, എനിക്ക് ജീവിക്കണം എന്ന് വിചാരിച്ചുകൂടാ, എന്തിനാണ് ഞാൻ ജീവിതം വേണ്ടാന്ന് വെക്കുന്നത്? The next day, doctor finds Johnsy better. അങ്ങനെ ജോൺസി പതിയെ റെഡി ആയിട്ട് വരും. They later realizes that Berman is sick and he too had pneumonia. He dies അല്ലേ. And he was the one who was drawing the leaf for Johnsy. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺസി ഇങ്ങനെ റെഡി ആയി വരുമ്പോൾ ഈ മഞ്ഞത്ത് നിന്ന് ആ ലീഫ് വരച്ചിരുന്ന മിസ്റ്റർ ബർമൻ എന്ത് പറ്റും? അദ്ദേഹത്തിന് ന്യൂമോണിയ വരും, അദ്ദേഹം മരിക്കും. പക്ഷേ ആ ലാസ്റ്റ് ലീഫ് അദ്ദേഹം വരച്ചിരുന്ന ഐവിയുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ലാസ്റ്റ് ലീഫായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ക്വീനെ ലാസ്റ്റ് ഒരു ചാപ്റ്ററൂടെ ഉള്ളൂ. ഓക്കെ. യെസ്, ഹിസ് ലാസ്റ്റ് ലീഫ്. ഈ ലാസ്റ്റ് ലീഫ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിലിൻ്റെ പ്രസക്തി അതാണ്. അത് ബർമൻ്റെ മാസ്റ്റർ പീസ് ആയിരുന്നു ആ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്നത്. ഓക്കെ. വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ആ വേർഡ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മുടെ ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ദ ജംഗിൾ എയർ ക്രാഷ്. എനിക്കറിയാം നമുക്ക് കുറച്ച് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ്, പക്ഷേ ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണല്ലേ. നമ്മൾ ജൂലിയൻ കപ്കയുടെ റിയൽ ലൈഫിൽ വന്നിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ദ ജംഗിൾ എയർ ക്രാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് കാര്യം ലാൻസ എയർലൈൻസ്. ഓക്കെ. ലാൻസ എയർലൈൻസിൽ ഇതിൽ നമുക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു നറേഷൻ പ്രതീക്ഷിക്കാം. ദ ട്രയോയിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ദ ട്രയോ ചാപ്റ്റർ നിങ്ങളൊന്ന് വായിക്കണം നന്നായിട്ട്, കാരണം അതിന്ന് നമുക്ക് പാസേജ് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഞാനത് എവിടെയാണ് കണ്ടത്? ട്രയോനെക്കാട്ടിലും ഞാനത് കണ്ടിട്ടുള്ളത് ലാസ്റ്റ് ലീഫ് അല്ല, ഹാപ്പിനെസ് മെഷീൻ. ഹാപ്പിനെസ് മെഷീനെക്കാട്ടിലും ട്രയോലല്ലേ ചാൻസ്. ഹാപ്പിനെസ് മെഷീൻ നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പോയതാണ്, അപ്പോൾ അത് കുഴപ്പമില്ല. എന്നാലും എന്താ ട്രയോ നിങ്ങൾ വായിക്കണം. ഓക്കെ. നറേഷൻ റെഡിയാക്കാം. നറേഷൻ ഇതൊന്ന് റെഡിയാക്കണം. ഇനി നമുക്ക് നറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പോസിബിൾ പോയിന്റ്സ് എഴുതി വെച്ചിട്ട് നറേഷൻ പഠിക്കാം കേട്ടോ. ബോർഡഡ് ലാൻസ എയർലൈൻസ് ഫ്ലൈറ്റ് 508 ഹർ വിത്ത് ഹർ മദർ. എവിടെ മുതൽ എവിടെ വരെയാണ്? ലിമ ടു പുഗാൽപ്പയാണ്. ഷീ ഹാഡ് ജസ്റ്റ് ഫിനിഷ് സെക്കൻഡറി സ്കൂൾ ഇൻ ലിമ ആൻഡ് വാണ്ടഡ് ടു സ്പെൻഡ് ദ ക്രിസ്മസ് വിത്ത് ഹർ ഫാദർ ഇൻ ദ ജംഗിൾ ഹട്ട്. അപ്പോൾ ജംഗിൾ ഹട്ടിൽ അച്ഛൻ്റെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നതാണ്. അച്ഛൻ എക്കോളജിസ്റ്റ് ആണ്, അമ്മ ഓർണിത്തോളജിസ്റ്റ് ആണ്. അവർ പ്രൊഫസേഴ്സ് ആണ് അല്ലേ, സെൻറ്റ് മാർക്കോസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് ആണ് അവർ. അപ്പോൾ അവർക്ക് ഈ ഫോറസ്റ്റിനെ പറ്റി നന്നായിട്ട് അറിയാം. ആൻഡ് അവരുടെ ഈ ഒരു നോളജ് നമ്മുടെ ജൂലിയനെ രക്ഷപ്പെടാൻ വേണ്ടി കുറേ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ Yes, Sunil Shobha, very good. She was sitting in the third row of the seats from the rear next to the window. Mother sat beside her and everyone was in a holiday mood. എല്ലാവരും ഹാപ്പി ആയിട്ട് ഹോളിഡേ മൂഡിലാണ്. എല്ലാവരും ഒരു സെലിബ്രേഷന് പക്ക പറ്റിയൊരു മൂഡാണ്. അപ്പോൾ മിസ്സ് ഈ 15, 16, 17 തീയതി മിസ്സ് ഫാമിലി ആയിട്ട് ഒരു ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഊട്ടി 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 എന്നുള്ളൊരു വൈബിലാണ്. സംഭവം ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ ഡ്രൈവ് ചെയ്ത് ഊട്ടി പോകാമെന്നൊക്കെ ഉള്ളതൊരു വൈബാണല്ലോ. അപ്പോൾ ഒരു ഹോളിഡേ ഉണ്ട്, നമ്മൾ എവിടേക്കെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് പോകാമെന്നുള്ളൊരു ഫീലിങ്സ് വരില്ലേ? അതേ ഫീലിങ്സിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ജൂലിയൻ ഇരിക്കുന്നത്.
The flight was over the jungle and it had hit a storm front. അല്ലേ, അങ്ങനെ അതൊരു ജംഗിളിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ജൂലിയൻ താഴേക്ക് നോക്കിയിട്ട് ഇത് കണ്ടിട്ട് കോളിഫ്ലവർ പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എനിവേ അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റോം ഹിറ്റ് ചെയ്യണം. അങ്ങനെ ജൂലിയൻ നോക്കുമ്പോൾ ജൂലിയൻ്റെ സീറ്റ് മാത്രം പറന്നു പോവേ, എന്ന് വെച്ചാൽ ജൂലിയൻ ഇങ്ങനെ പറന്ന് പോയി താഴേക്ക് വീഴാണ് അല്ലേ. ലൈറ്റ്നിങ് വാസ് ഫ്ലാഷിംഗ് ഫ്രം ഓൾ മിസ് ക്വീൻ എന്തേ lightning was flashing from all direction. All Julian could see was yellow flash and she found herself outside the plane. ബിലാൽ എവിടെ പോകുന്നു? യെസ്, സുനിൽ ശോഭ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് സുനിൽ ശോഭയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സിന് ശോഭ നന്നായിട്ട്, സുനിലാണെങ്കിലും ശോഭയാണെങ്കിലും നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോട്ട് ചെയ്യുന്നുണ്ട്. ഒരു നല്ല സ്വഭാവമാണ് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഈ ചാപ്റ്ററിൽ വേർഡ്സ് ഓർത്ത് വെക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഓൺ ദ ഡേ ഓഫ് ക്രാഷ് ഷീ വോക്ക് അപ്പ് വിത്ത് റെയിൻ വിത്ത് എ ബം ഓൺ ഹെർ ഹെഡ് അല്ലേ. അപ്പോൾ നമ്മുടെ ജൂലിയൻ വീണതിന് ശേഷം ജൂലിയൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ജൂലിയൻ തലയിൽ ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നുണ്ട്. ഷീ വാസ് ഇൻ ഷോക്ക് ആൻഡ് ഹാഡ് നോ എനർജി ടു മൂവ്. അപ്പോൾ ഷോക്കിലായിരുന്നു, ഒന്ന് മൂവ് ചെയ്യാനുള്ള എനർജി പോലും ഇല്ലാണ്ട് പാവം അവിടെ തന്നെ കിടന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ എന്താ, കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ഇതേപോലെ വെക്കുക കേട്ടോ. ഇതിൽ ഓരോ ദിവസം സംഭവിച്ച കാര്യങ്ങളുടെ സമ്മറി ഉണ്ട്. ടെക്സ്റ്റ് പക്ഷെ വായിക്കുക, ടെക്സ്റ്റ് വായിക്കുന്നത് ഇസ് ഓൾവേസ് ഹെൽപ്ഫുൾ. ഓക്കെ, കൈലാസേ ക്ലാസ് കഴിയാറായി, ഇത് ലാസ്റ്റ് ചാപ്റ്ററാ. ഓക്കെ, ഷീ ഫൗണ്ട് എ കേക്ക് ആൻഡ് സം സ്വീറ്റ് ആൻഡ് ദാറ്റ് വാസ് വെറ്റ് ആൻഡ് റിവോൾട്ടിങ്. അങ്ങനെ നനഞ്ഞൊരു കേക്ക് ആകുമ്പോൾ അത് കഴിക്കാനൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഒരു വലിയ വടി കിട്ടി, അതുകൊണ്ട് ഇങ്ങനെ നിലത്തൊക്കെ ഇങ്ങനെ തപ്പിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു വലിയ വടി എടുത്തിട്ട് നിലത്ത് തപ്പി തുടങ്ങിയത്? കാരണം നമ്മൾ വലിയ ആനിമൽസിനെ അല്ല ഒരു കാട്ടിൽ പേടിക്കേണ്ടത്, ഈ ചെറിയ ഇൻസെക്ട്സിനെ, ഇൻസെക്ട് ഓക്കെ, ചെറിയ ഇൻസെക്റ്റിനെ, റെപ്റ്റൈൽസിനെയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. ഏതിനാണ് പോയ്സൺ ഉള്ളത്, ഏതൊക്കെയാണ് പോയ്സണസ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് വെനമസ് ആയിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. ഓക്കെ, ഷീ ഹേർഡ് എ ടൈനി സ്ട്രീം ആൻഡ് ഡിസൈഡഡ് ടു ഫോളോ ഇറ്റ്. അപ്പോൾ ഇവളുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ട്രീംസ് എന്ന് പറയുന്നത്, റിവേഴ്സ് എന്ന് പറയുന്നത് കാട്ടിലെ റോഡുകളാണ്. അപ്പം അതിന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു സ്ഥലത്ത് എത്തും അല്ലേ, കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ലീഡ്സ് ടു ലാർജർ റിവേഴ്സ്, എന്തായാലും അതൊരു വലിയ റിവറിലേക്ക് പോയി മീറ്റ് ചെയ്യും. ഷീ സ്ലെപ്റ്റ് ഫിറ്റ്ഫുള്ളി ദാറ്റ് നൈറ്റ് ഡ്യൂ ടു ദ ഫിയർ ഓഫ് സ്നേക്സ്. അപ്പോൾ ഈ ഒരു പേടി കാരണം മര്യാദയ്ക്ക് ഉറങ്ങാനും കൂടെ പറ്റുന്നില്ല. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും വൾച്ചേഴ്സിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ വൾച്ചേഴ്സിൻ്റെ സൗണ്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ, മരണം അവിടെ എവിടെയൊക്കെയോ ഉണ്ട് അല്ലേ, ആരൊക്കെയോ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. എയർപ്ലെയിൻ ഫ്യൂസലേജ് ബട്ട് ഫൗണ്ട് നോ സർവൈവേഴ്സ്. അപ്പോൾ അതേപോലെ എയർപ്ലെയിൻ ഫ്യൂസലേജ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ എവിടെയും ഒരു സർവൈവേഴ്സിനെയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എയർക്രാഫ്റ്റ് എഞ്ചിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇവൾ കുറേ ഷൗട്ട് ചെയ്യും, പക്ഷെ എന്താ പറ്റുന്നത്, ആരും രക്ഷിക്കാൻ വരുന്നില്ല, ആരും ഇവളുടെ ഷൗട്ടിങ് കേൾക്കുന്നില്ല. അങ്ങനെ നാലാമത്തെ ദിവസം ആകുമ്പോൾ ബാക്കിയുള്ള സ്വീറ്റ്സ് കൂടെ കഴിക്കും. അപ്പോഴേക്കും എൻ്റെ മുഖമെല്ലാം കൂടി ഇങ്ങനെ വീർത്ത്, ഓരോ ബീസ് കുത്തിയിട്ടും മസ്കിറ്റോസ് കടിച്ചിട്ടും ഈച്ച ഇരുന്നിട്ടും ഒക്കെ ഇങ്ങനെ വീർത്തിട്ടുണ്ട്. ഒരുപാട് പാരറ്റ്സ്, മങ്കീസ്, ഹമ്മിങ് ബേർഡ്സിനൊക്കെ വഴിയിൽ കാണുന്നുണ്ട്. വെറൈറ്റി ഓഫ് ഓർക്കിഡ്സ് കണ്ടോ, ഓർച്ചിഡ്സ് വേറെ, ഇവിടെ ഓർക്കിഡിൻ്റെ സ്പെല്ലിംഗ് കണ്ടോ, ഓർക്കിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഫ്ലവറാണ്. ഓക്കെ, അപ്പോൾ വെറൈറ്റി ഓഫ് ഓർക്കിഡ്സ് കാണുന്നുണ്ട്. Yes, dead bodies unknown, very good. Rivers are the roads and jungles. Yes, Sunil Shobha, very good. She tasted a cake and dropped it immediately. It was soggy and wet. Yes, പാർവണ. എടാ എന്താ എനിക്ക് നിന്നെ പർവാന എന്ന് പറയാണ്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. പാർവണ, വെരി ഗുഡ്. Open wounds in her legs were filled with maggots. The river she was following was widening. അല്ലേ, അപ്പോൾ കാലിലുണ്ടായിരുന്ന മുറിയിലൊക്കെ മാഗറ്റ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പുഴു പോലത്തെ ഒരു സാധനം ഇങ്ങനെ വരും. ഇപ്പം നമ്മുടെയൊക്കെ മേത്ത് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് അത് നോക്കിയിട്ടില്ല, നമ്മളത് എക്സ്പോസ് ചെയ്ത് ആ മുറിവ് ഓപ്പൺ ചെയ്ത് എക്സ്പോസ് ചെയ്ത് വെക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു കാട്ടുപ്രദേശത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണെങ്കിൽ അതിൽ ഒരു പുഴു പോലത്തെ ഒരു സാധനം വരും. ഞാനല്ലേ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടെക്സ്റ്റ് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ടെക്സ്റ്റിൽ ഒരു സ്റ്റോറിയിൽ ഒരു കുട്ടീനെ ഇങ്ങനെ ഒരു പുലി ആക്രമിക്കും കേട്ടോ. അങ്ങനെ കുട്ടിയുടെ തലയുടെ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും സെക്ലൂഡഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ജീവിക്കുന്ന ഫാമിലിയാണ്.
അങ്ങനെ ഈ ഡോക്ടർ ആ കുട്ടീനെ കാണുന്ന സമയമായപ്പോഴേക്കും അത്രയും ഏരിയയിൽ ഇത്രയും ഏരിയ ഒരു വെള്ള കളറായിട്ട് അതിൻ്റെ മുകളിൽ മുഴുവൻ ഈ പുഴു ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മാഗറ്റ്സ് എന്നുള്ളൊരു സംഭവത്തിന് വല്ലാണ്ട് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ കാലിൽ മുഴുവൻ മാഗറ്റ്സ് ആയിട്ടുണ്ടായിരുന്നു. കാരണം വൂണ്ട് ഓപ്പൺ ആണ് അല്ലേ. അങ്ങനെ ഷീ സോ എ ബോട്ട് മൂവ്ഡ് ഓൺ ദ ബാങ്ക് നിയർ എ സ്മോൾ ഹട്ട്. അങ്ങനെ 10ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്ക് ഒരു ചെറിയ ഹട്ട് കാണുന്നുണ്ട്, അതിൻ്റെ സൈഡിൽ ഒരു ബോട്ട് കാണുന്നുണ്ട്. ആ ഹട്ട് കയറി നോക്കുമ്പോൾ അവിടെ ആവശ്യമുള്ള ഒരു ക്യാൻ ഓഫ് പെട്രോൾ ഉണ്ട്, മോട്ടർ ഉണ്ട്. പക്ഷെ വേറെ ആരുടെയും ആയതുകൊണ്ട് ഇവിടെ എടുക്കാണ്ട് അവിടെ കിടന്നുറങ്ങും. അങ്ങനെ 3 ആൾക്കാർ 3 Mezzo men shows up. They cleaned her wounds with salt water and made her fruit mash. അല്ലേ, അങ്ങനെ ഫ്രൂട്ട് മാഷ് ഉണ്ടാക്കി കൊടുത്തിട്ടും അവർക്കത് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം കുറേ ദിവസങ്ങളായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റുന്നില്ല. വെജിറ്റബിൾ വേംസ് പോലെയല്ല. ഞാൻ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അടുത്ത ലൈവിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഫ്രൂട്ട് മാഷ് ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ കുറേ ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാണ്ട് ഒന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ 11ാമത്തെ ദിവസം they took her to jungle settlement of Tuna Vista by crossing Sheboya. അപ്പോൾ ഷെബോയ എന്നുള്ള റിവർ ക്രോസ് ചെയ്ത് ടൂണ വിസ്റ്റയിൽ എത്തും. Julian looked like a walking nightmare with a disfigured and swollen face and arms and legs filled with lesions. അല്ലേ, അപ്പോൾ ബോഡി മുഴുവൻ ഇങ്ങനെ വീർത്ത് മുറിവും പറ്റി ആകെ വൃത്തികേടായിട്ടാണ് നമ്മുടെ ജൂലിയൻ അവിടെ എത്തുക. അങ്ങനെ ഷീ ബോർഡഡ് എ സ്മോൾ twin engine plane to US mission base and her father told her that her mother is no more. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റിൽ അവരുടെ അമ്മ മരിച്ചു പോവാണ്. ഷീ passes away, but she is no more. അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുകയാണ് ആര്, നമ്മുടെ ജൂലിയൻ. ഓക്കെ മിസ്, നോ ഡോണ്ട് ഷോ us, I was just kidding. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറയുക, നിങ്ങൾ ചുമ്മാ മാഗറ്റ്സ് എന്ന വൂണ്ടെന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക. അത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് എനിക്കിത് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ജൂലിയൻ പേരൻസിൻ്റെ അടുത്ത് എത്തിപ്പെടുകയാണ്. അത്രേ ഉള്ളൂ ആ സ്റ്റോറിയിൽ. ഈ സ്റ്റോറി ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലൊരു നറേഷൻ്റെ അപ്പുറത്തേക്ക് മേ ബി ജൂലിയനായിട്ട് കോൺവെർസേഷൻ ഒന്നും വൈബിളൊരു ചാപ്റ്റർ അല്ല. നറേഷന് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഇൻസിഡൻസ് ഒക്കെ കാര്യമായിട്ടൊന്ന് നോക്കി വെക്കണം. ഓക്കെ, ഇങ്ങനെ ഇന്ന സംഭവങ്ങൾ സംഭവിച്ചു, ആ ഡേയ്സ് നിങ്ങൾക്ക് പക്കായിട്ട് ഓർമ്മയില്ലെങ്കിലും ചെറിയൊരു ഐഡിയ വേണം. ആദ്യം എന്ത് സംഭവിച്ചു, പിന്നെ എന്ത് സംഭവിച്ചു, അതിന് നിങ്ങൾ ഈ നോട്ട്സ് റെഫർ ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചതിൽ ഓൺ കില്ലിങ് എ ട്രീന്ന് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. പക്ഷേ പ്രെയർ ഇൻ സ്പ്രിംഗ് ആണെങ്കിൽ അപ്രിസിയേഷൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓൺ കില്ലിങ് എ ട്രീയും അപ്രിസിയേഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്രിസിയേഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഫസ്റ്റ് പാരഗ്രാഫും ആ പോയറ്റിക് ഡിവൈസ് ലാംഗ്വേജ് സ്ട്രക്ചർ ആ പോർഷനും ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. കാണാപ്പാഠം പഠിക്കുകയല്ല, പഠിച്ചു വെക്കുക. അതിൽ എന്തൊക്കെയാണ് ഉള്ളത്. കാണാപ്പാഠം പഠിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് മറന്നു പോയി കഴിഞ്ഞാൽ എല്ലാം മറന്നു. അപ്പോൾ ഇങ്ങനത്തെ പോംസിൻ്റെ ഒക്കെ അപ്രിസിയേഷൻ നിങ്ങളൊരു നോട്ട് എടുത്തിട്ട് അപ്രിസിയേഷൻ എഴുതുക. ഓരോ പോമിൻ്റെ അപ്രിസിയേഷൻ വിത്ത് പോയിറ്റ്, തീം, സ്ട്രക്ചർ ഒക്കെ എഴുതി വെക്കാം. ഓക്കെ, എടാ റോസിനെ പോലെയോ എവിടെ, എനിക്ക് തോന്നുന്നില്ലല്ലോ. എനിവേ, നറേഷൻ അല്ലേ 7 മാർക്കിന് സാധാരണ വരാറ്. യെസ്, നറേഷൻ റൈറ്റപ്പ് വരാറില്ലേ, റൈറ്റപ്പും വരാറുണ്ട്. റൈറ്റപ്പിന് കുറച്ചുകൂടി ജനറൽ കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ജനറൽ കോൺസെപ്റ്റ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിനെ റെഫർ ചെയ്യാനല്ലേ പറയാറ്. പക്ഷേ നറേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഓർഡർ നന്നായിട്ട് വരണം. ഓക്കെ, ട്രയോ ഹാപ്പിനെസ് മെഷീനെക്കാട്ടിലൊക്കെ നറേഷൻ ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് ഡിസ്കസ്റ്റിംഗ് കൈലാസ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോൺവെർസേഷൻ ചോദിച്ചു. കോൺവെർസേഷൻ ഈ ചാപ്റ്ററിന് ജൂലിയൻ രക്ഷപ്പെട്ടതിന് ശേഷമുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം ജൂലിയൻ്റെ. എന്ത് ക്വസ്റ്റ്യനാണ് വന്നിരുന്നത്? ജംഗിൾ എയർ ക്രാഷ് എന്നുള്ള കോൺവെർസേഷൻ ജൂലിയനോ ആരും ആയിട്ടുള്ളതാ? 3 men ആയിട്ടുള്ളതാണോ, അതോ ജൂലിയൻ ഫാദർ ആയിട്ടുള്ളതാണോ? എന്തുമായിട്ടുള്ള കോൺവെർസേഷനാണ് പർവണ വന്നത്? പർവാന എന്ന് തന്നെയാണ് പറയണത്. എന്തുമായിട്ടുള്ള കോൺവെർസേഷൻ വന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കില്ലേ ഇനി നറേഷൻ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും ഓക്കെ ഇന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാരത്തോണിൽ പോവാം. ഫാദർ ആൻഡ് ഡോട്ടർ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങളിങ്ങനെ നോക്കും ഒരു ചാപ്റ്റർ വായിച്ചിട്ട് ഇതിന് ഏതാ വരാൻ ചാൻസ് ഉള്ളത്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരണമെങ്കിൽ വരാം കേട്ടോ. അത് പിന്നെ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ ഇൻട്രസ്റ്റ് പോലെയാണ്. ഫാദർ ആൻഡ് ഡോട്ടർ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഉള്ളത് ആ ഒരു പോസിബിലിറ്റിയാണ്. വേറെ ഇപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സിനൊന്നും കാണുന്നില്ലല്ലോ.
അപ്പോൾ അവിടെ ഒരു കോൺവെർസേഷൻ യെസ് വേണമെങ്കിൽ വരാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിയില്ലേ? ഇപ്പോൾ ഈ നറേഷന് ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സ് നോക്കി വെക്കുക. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ, നിങ്ങൾ ഫുൾ ടൈം ഇംഗ്ലീഷ് പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു നറേഷൻ വന്നൂടെ, ആ നറേഷൻ എഴുതി നോക്കാം. അറ്റ്ലീസ്റ്റ് ആ നറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന പോയിന്റ് എഴുതും. ഓക്കെ, ഈ നറേഷനിൽ ഞാൻ ആദ്യം ഇത് എഴുതും, പിന്നെ ഇതെഴുതും, പിന്നെ ഇതെഴുതും എന്ന് പറഞ്ഞാൽ ഒരു 5-6 പോയിന്റ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. എക്സാമിൻ്റെ മുന്നേ ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, മിഡ് ടേമിന് വന്നിരുന്നു. യെസ്, ഓക്കെ, കോൺവെർസേഷൻ വന്നിരുന്നു. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരാം. ലിയോ ഓഫ്മാൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ വരാം. പിന്നെ ആരുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനാണ് വരിക? രാമൻ്റെ രാജൻ്റെ ഒക്കെ വരാൻ ചാൻസ് കുറവാണ്. ഈ രാജവും ഇവനും തമ്മിലുള്ള കോൺവെർസേഷൻ വരാം, മണിയും തമ്മിലുള്ള കോൺവെർസേഷൻ വരാം, മണിയും സ്വാമിയും തമ്മിലുള്ള കോൺവെർസേഷൻ വരാം, സ്വാമിയും രാജവും തമ്മിലുള്ള കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഷാർപ്നറിൻ്റെ കോൺവെർസേഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നിങ്ങൾ എന്നെ ഇരുന്ന് സഹിച്ചു. നമ്മളിതപ്പോൾ എത്ര മണിക്കൂറാണ്? 7 മണിക്ക് തുടങ്ങി 8:30 വരെ നമ്മൾ പഠിച്ചു. വാവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് കല്യാണത്തിനുള്ള വണ്ടി പോകുന്നുണ്ടോ എന്ന് നോക്കട്ടെ, ഞാൻ ഓടിപ്പോയി കല്യാണം കൂടിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കുക ഇംഗ്ലീഷ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ടൈമിൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷ് തീർക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ പോയിന്റ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് മാരത്തോണിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിന്റ്സ് പോകും. ഇനിയുള്ള ചാപ്റ്റേഴ്സിന് നമുക്ക് അങ്ങനെ പോയിന്റ്സ് ആക്കിയിട്ട് പഠിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ. ലാസ്റ്റ് യൂണിറ്റ് പ്രത്യേകം വായിക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. ബൈ. താങ്ക് യു സുനിൽ, ശോഭ. ഓക്കെ.